മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ ഫോർത്ത് പ്രൊപ്പോർഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എല്ലാം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 48 വരും, 84 വരും, 3200 വരും, x വരും. ഫോർത്ത് പ്രൊപ്പോർഷൻ നമ്മൾ പറഞ്ഞു അറ്റത്തുള്ള അമ്മി മൾട്ടിപ്ലൈ, അകത്തുള്ള അമ്മി മൾട്ടിപ്ലൈ. അപ്പം 48 x ഈക്വൽ ടു എന്താണ്? 84 × 3200. x ഈക്വൽ ടു എന്താണ്? 84 × 3200/48. 48ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്ര? ഇവിടെ 24 വരും. 84ൻ്റെ പകുതി എടുക്കുമ്പോൾ 42 വരും. 3200ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്രയാണ്? 1600 വരും. ഇവിടെ 12 വരും. ഒരു തവണ കൂടെ പകുതി എടുത്താൽ എത്രയാണ്? 800 വരും. 6 7 കൂടെ വെട്ടിപ്പോയി 42 വരും. 7 8 56, 2 0 വരുന്നത്. പിന്നെ നമ്മൾ എല്ലാത്തിനും ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അതുകൊണ്ട് കിട്ടുന്ന ആൻസറിന് എന്താണ്? ഒരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ 56 കിട്ടും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. ദ നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് ഇൻ വില്ലേജ് ആർ ഈസ് വാട്ട് പെർസെൻറ്റേജ് ലെസ് ദാൻ ദ വില്ലേജ് പി എന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കിവിടെ എന്താ? വില്ലേജ് ആറും വില്ലേജ് പിയും ആവേണ്ടായി. ഇവിടെ ഇങ്ങേറ്റത്തെ കോളത്തിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഔട്ട് ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. പിയിൽ എത്രയാണ്? 380 ഇനി അതേസമയം ആറിൽ എത്രയാണ്? 150. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ എത്ര? ഇതിൻ്റെ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോൾ 230 വരും. 350 എത്ര? 230 കൂടുതൽ. 230 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇല്ലിറ്ററേറ്റ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ വില്ലേജ് പി എടുക്കുക. അതായത് പീനെ അപേക്ഷിച്ചാണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഓഫ് വില്ലേജ് പി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 380 × 100. 0 വെട്ടിപ്പോയി. 2300 ഡിവൈഡഡ് ബൈ 38 എത്രയാണ്? അപ്പം 38 × 60 എത്രയാണ്? അത് 2280 വരും. റിമൈൻഡർ എത്ര വരും? 20 വരും. പോകത്തില്ല. അപ്പോൾ 60 പോയിൻറ്റ് സംതിങ് എന്ന് മനസ്സിലായി. 60 ബാക്കി എത്ര? റിമൈൻഡർ 20/38. ഇത് രണ്ടും ഞാൻ 2 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? 10 വരും. 10/19 വരും. 60 ആൻഡ് 60 ആൻഡ് 10/19 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 42 സെൻറ്റിമീറ്റർ ആൻഡ് ആർക്ക് സബ്സ്റ്റൻസ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സർക്കിളുണ്ട്. അതിൻ്റെ റേഡിയസ് എത്രയാണ്? 42 സെൻറ്റിമീറ്റർ ആണെന്നുണ്ട്. അതിൻ്റെ ഒരു ആർക്ക് ലെങ്ത് ചോദിച്ചേക്കുന്നത്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആർക്ക് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഞാനിവിടെ ആർക്ക് ലെങ്ത് കാണാൻ ഉദ്ദേശിക്കുന്നത് 2πr × θ/360 ആണ്. അപ്പോൾ 2 × 22/7 × r എത്രയാണ് തന്നേക്കുന്നത്? 42 തന്നിട്ടുണ്ട്. ഇൻറ്റു 60/360 കേട്ടോ. 360 ചെയ്തോളാം. 6 36 42 കിട്ടിപ്പോയി. 1/6 വരും. 3 11 എവിടെയോ തെറ്റിപ്പോയല്ലോ. വെട്ടിപ്പോയി. 6 അല്ല 6 7 42 കേട്ടോ. അപ്പോൾ ഇവിടെ 6 വരും. 3 6 കൂടെ വെട്ടിപ്പോയി 2 ആയി. അപ്പം 11 × 4 ചെയ്താൽ എത്രയാണ്? 44 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബേസിക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടോ 2πr × θ/360. തീറ്റ എത്രയാണ്? നടുക്ക് സസ്പെൻഡ് ചെയ്തേക്കുന്ന ആംഗിൾ 60 ഡിഗ്രി. 360 എന്ന് പറഞ്ഞ് മൊത്തം എത്രയാണോ അത്രയും ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ പുള്ളി എന്താ 625 രൂപയ്ക്ക് വാങ്ങിയിട്ട് 550 രൂപയ്ക്ക് വിറ്റു. ലോസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. 625 ന് 550 പോയ എത്രയാണ്? 75 ലോസ് ഉണ്ടായിരിക്കുന്നത്. എത്രയില്ല? 625 × 100. മുകളിൽ എന്താ കഴിഞ്ഞാൽ 3 കൊണ്ട് 75 കൊണ്ട് വെട്ടുവാണെങ്കിൽ എന്താ? ഇവിടെ 3 വരും. ഇവിടെ 25 വരും. അപ്പം എന്താ? മുകളിൽ 300/25 വരും. എത്രയാണ്? 12% ലോസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ? ആദ്യം 5% പറഞ്ഞു, പിന്നെ 8% പറഞ്ഞു.
പുള്ളിയുടെ സാലറി 80,000 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ കറണ്ട് സാലറി എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം 80,000-ൻ്റെ 8% കുറച്ച് കഴിഞ്ഞ് ബാക്കി എത്ര 92% ഉണ്ട്. ബൈ 100 ഇൻറ്റു 95/100. അപ്പോൾ ഇത് വെട്ടിപ്പോയി. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര 92 ഇൻറ്റു 95 ചെയ്യുമ്പോൾ എത്ര 5 2 10 95 45 45 10 55 55 8 64 64 1 65 തെറ്റിപ്പോയല്ലോ. അതായത് 18 45 കൂടെ കൂട്ടി 63 63 1 64 വരുന്നത്. അപ്പോൾ 64 6 റിമൈൻഡർ 9 9 81 81 6 എത്ര 87 വരും. 8740 ഇൻറ്റു 8740 ഇൻറ്റു 8 ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നത് 69,920 വരും. ആൻസർ എത്രയാണ്? ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആവറേജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ എക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ് 2010-2011 ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വൈ ഇൻ 2011-2012. ഇതിലേതാണോ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്? അവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിൽ 2010 എത്ര പിള്ളേർ വന്നിട്ടുണ്ട്? 320 പിള്ളേർ വന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് വൈയിൽ 2011 എത്ര പിള്ളേർ വന്നിട്ടുണ്ട്? 320 തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെയല്ല ചോദ്യം ചോദിച്ചിരുന്നത്. അതായത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആവറേജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ് ഇൻ 2010-2011 2010-2011 ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിൻ്റെ കാര്യം തന്നെ വേണം എടുക്കാൻ. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ് നീല 2010-2011 240 ഇവിടെ വന്നേക്കുന്നത്. വൈലിനി എന്താണ് 2011-2012 വേണം എടുക്കാൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് വൈ ഓറഞ്ച് കളർ 320 11-12 200 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ കൂട്ടുമ്പോൾ എത്ര 0 6 3 2 5 ഇത് കൂട്ടുമ്പോൾ എത്ര 520 വരും. തമ്മിലുള്ള ഡിഫറൻസ് എത്ര? ഇതിൻ്റെ ഡിഫറൻസ് എത്ര എഴുതുമ്പോൾ വരുന്നത് 40 വരും. ഓപ്ഷൻ 20 തെറ്റിപ്പോയ 320 240 കൂട്ടി അതിൽ നിന്ന് 240 അല്ല അതിന് 320 200 കുറച്ചു. വാട്ട് ഈസ് ദ ആവറേജ് ആണല്ലേ? ഓക്കെ ആവറേജാണ്. നമുക്ക് ഞാനത് ടോട്ടൽ എടുത്ത് മൈനസ് ചെയ്തു. അതല്ല ആവറേജാണ് വേണ്ടത്. അപ്പം 320-ൻ്റെ 240 ആവറേജ് എത്രയാണ്? ബൈ 2 ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ബൈ 2 ചെയ്യാം. ഇത് മൈനസ് ചെയ്താൽ മതി. ഇതിൻ്റെ LCM രണ്ടും സെയിം ആയതുകൊണ്ട് എന്താ 560 520 മൈനസ് ചെയ്യുക 40 കിട്ടും. ബൈ 2 ചെയ്താൽ മതി. ഇത്ര 20 ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായാലും എത്രയാണ് 4158 cm². അങ്ങനെയാണ് വോളിയം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ് വരുന്നത്? 4πr² ആണ് ഒരു സ്പിയറിൻ്റെ സർഫസ് ഏരിയ വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 2πr² മാത്രമേ വരുള്ളൂ. അല്ല, അതിൻ്റെ കൂടെ എന്താണ് ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടും കൂടെ വരും. ഒരു πr² കൂടെ വരും. = 4758 എന്നാണ് വന്നേക്കുന്നത്. ഞാനിവിടെ πr² എടുത്ത് പുറത്ത് വയ്ക്കുക. πr² എടുത്ത് പുറത്ത് വെച്ചാൽ എത്രയാണ് 2 + 1 വരും. 4 1 5 8. അപ്പം πr² എന്താണ് 4158 എന്ന് വരും. ബൈ 3 വരും. അപ്പോൾ 4158 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്രയാണ് 1386 എന്ന് വരും. ഇത് പയ്യും കൂടി ഇങ്ങോട്ട് പോകുന്നത് എത്രയാണ്? അതായത് ഇവിടെ 22/7 ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ എത്രയാണ് 7/22 ആവും. ഈ 1386 ഡിവൈഡ് ബൈ 22 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 63 വരും. അപ്പോൾ 7 × 63 എന്ന് പറയുന്നത് 441. അപ്പോൾ r² വാല്യൂ നമുക്ക് കിട്ടി 441. ആറിൻ്റെ വാല്യൂ എത്രയാണ്? ഈ 21 × 21 ചെയ്യുമ്പോഴാണ് 441 വരുന്നത്. അപ്പം ആറിൻ്റെ വാല്യൂ 21. ഇനി ജസ്റ്റ് 4/3 πr³ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. ഇതാണ് വോളിയം ഓഫ് എ സ്ഫിയർ. അപ്പോൾ 4/3 × 22/7 × 21 × 21 × 21 ചെയ്യുമ്പോൾ കിട്ടും. ചെയ്യുമ്പോൾ എത്ര വരുന്നത് 3 വരും. ഈ 3 കട്ട് ചെയ്ത് പോയി
ഡിജിറ്റ് എടുത്ത് നോക്കാം. 21 × 21 ചെയ്താൽ 1 തന്നെയാണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ഇൻറ്റു 22 ചെയ്താൽ എന്താണ്? അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 2 ആവും. അപ്പോൾ അതിൻ്റെ 2 × 4 ചെയ്താൽ എത്ര? യൂണിറ്റ് ഡിജിറ്റ് 8 ആവും. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 8 വരുന്നൊരു സംഖ്യയാണ്. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, ചെയ്ത് തെറ്റിപ്പോൾ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ. ഫൈൻഡ് ഇറ്റ്സ് വോളിയം. ഞാനാണെങ്കിൽ വോളിയം ഓഫ് എ സ്ഫിയർ ആണ്, ഞാൻ ആ സ്ഫിയറിൻ്റെ വോളിയമാണ് കണ്ടുപിടിച്ചത്. നമ്മൾ ആ ഹെമിസ്ഫിയറിൻ്റെ വോളിയാണ് വേണ്ടത്. അപ്പം ഇതെന്താണ്? ഇത് ബൈ 2 ചെയ്താൽ മതി ശരിക്കും പറഞ്ഞാൽ. അപ്പം യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ 8 കിട്ടി, അത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്രയാണ്? 4 വരും. അപ്പോൾ 4 യൂണിറ്റ് ഡിജിറ്റായിട്ട് വരുന്ന ഒരു സംഖ്യയുള്ളൂ. അതാണ് ഓപ്ഷൻ 4 ആണ്. സ്ഫിയറിൻ്റെ വോളിയം ആണെങ്കിൽ എന്താണ്? ഈ 4/3 πr³ അല്ല ഉപയോഗിക്കേണ്ടത്. എന്താണ്? 4/3 πr³ തന്നെയാണ്. 4/3 πr³ 2. അത് ചെയ്യുമ്പോൾ എത്രയാണ്? 3/2 πr³ വരും. അല്ലെങ്കിൽ 3/2 × 22/7 × 21 × 21 × 21 ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ ഈ ബൈ 2 വേണമെന്നില്ല. അപ്പം ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് വെയിറ്റ് ഓഫ് 8 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 48 കിലോയാണ്. ഈ 4 സ്റ്റുഡൻസ് ഓഫ് ആവറേജ് വെയിറ്റ് 44 kg ആൻഡ് 4 സ്റ്റുഡൻസ് ഓഫ് ദ ആവറേജ് വെയിറ്റ് ഈസ് 58 kg ഈസ് ഓൾസോ ആഡഡ്. ദെൻ വാട്ട് ഈസ് ദ ആവറേജ് വെയിറ്റ് ഓഫ് 16 സ്റ്റുഡൻസ് എന്ന് ചോദിച്ചിരിക്കും. ഇവിടെ 8 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 48 കിലോയാണ്. ഇനി പുതിയതായിട്ട് 4 സ്റ്റുഡൻസ് വരും, അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 സ്റ്റുഡൻസ് ഓഫ് വെയിറ്റ് ആവറേജ് 44ആണ്. പുതിയതായിട്ട് വരുന്ന 4 പേരുടെ ആവറേജ് 48 ൽ നിന്ന് 44 ആയപ്പം എത്ര ആവറേജ് കുറഞ്ഞു? 4 കുറഞ്ഞു. എത്ര പേരിൽ? 4 പേരിൽ 4 ആവറേജ് വെച്ച് പറഞ്ഞാൽ ടോട്ടൽ സം എത്രയാണ്? 16ആയിട്ടാണ് കുറയുന്നത്. ഇനി അടുത്ത എത്ര പേരെ കൊണ്ടുവരുന്നത്? അടുത്ത 4 സ്റ്റുഡൻസിനെ പുതിയതായിട്ട് കൊണ്ടുവരും, അവരുടെ ആവറേജ് എന്ന് പറയുന്നത് 58ആണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആവറേജിന് എത്ര വ്യത്യാസം വന്നേക്കുന്നത്? 10 കൂടുകയാണ് ഉണ്ടായത്. എത്ര പേരിൽ? 4 പേരിൽ. അപ്പം 10 × 4 40 സമ്മ് കൂടും. 16 സമ്മ് കുറയുക, ഇവിടെ 40 സമ്മ് കൂടുക ചെയ്യുന്നു. 40 ൽ നിന്ന് 16 കുറച്ചാൽ എത്രയാണ്? 40 ൽ നിന്ന് 10 പോയാൽ 30, 30 ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 24 വരെ ഉണ്ടാവുക. അപ്പം മൊത്തം സമ്മിൽ ചേഞ്ച് ഉണ്ടാകുന്നത് എത്ര? 24. മൊത്തം സമ്മിൽ ചേഞ്ച് ഉണ്ടാവുന്നത് എത്ര പേരെ വീതിച്ചെടുക്കുന്നു? നേരത്തെ 8 ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ പിന്നെ 4 4 8 കൂടെ കൂടി മൊത്തം 16 പേരാണ് ഈ സമ്മെല്ലാം കൂടെ വീതിച്ചെടുക്കുന്നത്. അപ്പം 24/16 ഇത് എത്ര? 8 2s are 16, 8 3s are 24. 3/2 എന്ന് പറയുന്നത് എത്ര? 1.5 ആണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ആവറേജ് ഇന്ന് 1.5 കൂടും. നേരത്തെ എത്രയാണ്? 48 ഉള്ളത്. അപ്പം 48 + 1.5 ഇത് എത്രയാണ്? 49.5 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആയത് സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. 1 മൈനസ് ഇത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. ഇത് വെച്ച് തന്നെ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് ഓഫ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എത്ര? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ വരും. ഈ a സ്ക്വയർ ഈ മൈനസ് അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ എത്ര? മൈനസ് a സ്ക്വയർ മൈനസ് 2ab മൈനസ് ബി സ്ക്വയർ വരും. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇപ്പം a സ്ക്വയർ y സ്ക്വയറും കട്ട് ചെയ്ത് പോയി, മൈനസ് ബി സ്ക്വയറും ബി സ്ക്വയറും കട്ട് ചെയ്ത് പോയി. അപ്പം മൈനസ് 2ab എത്രയാണ്? മൈനസ് 4ab വരും. എക്ക് 1 ബിക്ക് മൈനസ് 2x സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി. അപ്പം മൈനസ് 4 × 1 × ബിക്ക് എത്രയാണ്? മൈനസ് 2x. അതായത് 2x വേണ്ട, വേറെ 2x ഇട്ട് കൊടുത്താൽ മതി. ചെയ്യുമ്പോൾ എത്രയാണ്? ചെയ്യുമ്പോൾ 8x എന്ന് വരും, മൈനസ് 8x എന്ന് വരും. അതാണ് ഉത്തരം, ഓപ്ഷൻ ബി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ബ്രാൻഡ് 1 ലാപ്ടോപ്പ് സോൾഡ് ബൈ എ സെല്ലർ ഈസ് ഹൗ മച്ച് മോർ ദാൻ ദ നമ്പർ ഓഫ് ബ്രാൻഡ് 2 ലാപ്ടോപ്പ് സോൾഡ് ബൈ സെല്ലർ ബി എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ബ്രാൻഡ് 1 ബ്രാൻഡ് 2
സെല്ലർ എ വിൽക്കുന്ന മൊത്തം 4000 ലാപ്ടോപ്പാണ്. ബ്രാൻഡ് എ 3, ബ്രാൻഡ് 1 3, ബ്രാൻഡ് 2 1 3:1. അപ്പം 3 1 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4000 എന്ന് എടുക്കാം. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 1000 എന്നാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? ബ്രാൻഡ് 1 3000 വിൽക്കും, ബ്രാൻഡ് 2 എത്രയാണ്? 1000 വിൽക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ 6000ത്തിൻ്റെ കേസ് എടുത്താൽ എന്താ? 2 1 3 എന്നുള്ള എന്താ? 6000 ആയിട്ട് എടുക്കാം. അപ്പം ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 2000 എന്ന് കിട്ടും. അപ്പം ഈ റേഷ്യോയിലോട്ടാക്കുമ്പോൾ എത്രയാണ്? 2000 ഇൻറ്റു 2 ചെയ്യുമ്പം ബ്രാൻഡ് 1 4000 വിൽക്കും, ബ്രാൻഡ് 2 എത്രയാണ്? 2000 വിൽക്കും. അങ്ങനെ മൊത്തം 6000 ആകും. എന്താ? സിമ്പിളാണ്. നമ്പർ ഓഫ് ബ്രാൻഡ് 1 ലാപ്ടോപ്പ് സോൾഡ് ബൈ സെല്ലർ എ ഈസ് ഹൗ മച്ച് മോർ ദാൻ ദ നമ്പർ ഓഫ് ബ്രാൻഡ് 2 ലാപ്ടോപ്പ് സോൾഡ് ബൈ ബി എന്നാണ് ചോദിച്ചത്. ഇവിടെ 3000 ആണ് ബ്രാൻഡ് 1 ലാപ്ടോപ്പ് സോൾഡ് ബൈ സെല്ലർ എ. അതുപോലെ തന്നെ 2000 ആണ് ബ്രാൻഡ് 2 ലാപ്ടോപ്പ് സോൾഡ് ബൈ സെല്ലർ ബി. അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1000 ആണ്. അതാണ് ആൻസർ. ഓപ്ഷൻ 3 ക്വസ്റ്റ്യൻ ചെയ്യാം. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒരു പുള്ളിക്കാരൻ അങ്ങോട്ട് 30 km/h ഇങ്ങോട്ട് 70 km/h യാത്ര ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഹിസ് ആവറേജ് സ്പീഡ് ഓഫ് ജേർണി എന്നാണ് ചോദിച്ചത്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ എന്താണ്? 2ab/a+b എന്നാണ് ഇക്വേഷൻ ചോദിച്ചാൽ. എക്കും ബിക്കും എന്താ? ഓരോ സ്പീഡിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. 30 × 70/30 + 70 എത്ര ചെയ്യുമ്പോൾ 4200 ഡിവൈഡഡ് എത്രയാണ്? 100 എന്ന് വരും. 42 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ രൂപ് സിംഗം തന്നിട്ടുണ്ട്. രൂപ് സിംഗോ മധു സിംഗം എന്നുള്ള കമ്പാരിസൺ വന്നിരിക്കുന്നത്. രൂപ് സിംഗം എന്ന് പറയുന്നത് 20% മോർ ദാൻ മധു സിംഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. 20% നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/5 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ മധു സിംഗം 5 ആണെങ്കിൽ ഈ 1 കൂടുതലാണ് രൂപ് സിംഗം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. ഇനി മധൂസ് ഇൻകം ഈസ് ലെസ് ദാൻ രൂപ്സ് ഇൻകം ബൈ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മധൂസ് ഇൻകം എത്ര? 5, രൂപ്സ് ഇൻകം എത്ര? 6. എത്ര? 1 കുറവാണ്. 1/6 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര? 16.666 ആണ് കറക്റ്റായിട്ടുള്ള 1/6ൻ്റെ നമ്മൾ പെർസെൻറ്റേജ് ടേബിൾ 1/6ൻ്റെ വാല്യൂ കാണാൻ പഠിച്ചു വെച്ചാൽ അത് ചെയ്യാൻ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ? വാട്ട് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് 9429 in 3 years at 12.5% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം എന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ബി പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ 1, ഇയർ 2, ഇയർ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ 100 എടുക്കുന്ന ആദ്യത്തെ ഇത് ഇയർ 1, ഇയർ 2, ഇയർ 3. ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് ഇല്ല. രണ്ടാമത്തെ വർഷം എന്താ? രണ്ടാമത്തെ വർഷം 12.25% കൂടും. അതായത് 112.25 ആവും. ഈ മൂന്നാമത്തെ വർഷം എന്താ സംഭവിക്കുക? ഈ 112.25% ഒരു 12.25% കൂടും. അതായത് 112.25 പ്ലസ് 12.25 അത് എത്രയാണ്? 124.5 വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി എത്രയാണ്? ഇവിടെ സിമ്പിളായിട്ട് പറയും. ഇവിടെ 300 വരും. 312.25 പ്ലസ് ഒരു 24.5 കൂടെ കൂട്ടിയാൽ മതി. ചെയ്യുമ്പോൾ എത്രയാണ്? 336.75 വരും. 336.75ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്രയാണ്? 9429 എന്നുള്ള. ഇനി 336.75ൻ്റെ വാല്യൂ എത്രയാണ്? 9429. ഇത് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 28. കാരണം 336.75 × 28 ചെയ്യുമ്പോഴാണ് 9429 വരുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് 300ൻ്റെ വാല്യൂ ചോദിച്ചേക്കുന്നത്. അപ്പം 300 × 28 ചെയ്താൽ മതി, ആൻസർ കിട്ടും. 28 × 3 ചെയ്യുമ്പോൾ എത്ര? 84 എന്നറിയാം. 2 0 ഇട്ട് കൊടുത്ത 8400. ഓക്കെ, നമ്മളോട് ഇൻസ്റ്റാൾമെൻ്റ് അല്ല ചോദിച്ചേക്കുന്നത്. അപ്പം 300ൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട, 100ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ 100ൻ്റെ വാല്യൂ എത്ര? 100 × 28 ചെയ്യുമ്പോൾ എത്ര? 2800 കിട്ടും. ഈ 300 ചെയ്ത എന്താ? ആക്ച്വൽ
പ്രിൻസിപ്പളാണ് കിട്ടുന്നത്. ആൻസർ 2800 1800 വെച്ച് 3 തവണ അടയ്ക്കുമ്പോൾ എത്രയാണ്? ഇത് 8400 ആയിക്കോളും. ഇത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യത്തെ വർഷം പലിശയില്ല, 100എങ്കിൽ 100 ഇട്ടാൽ 100 തന്നെ കൊടുത്താൽ മതി. രണ്ടാമത്തെ വർഷം ഈ നമുക്ക് തന്നിരിക്കുന്ന 12.25 ഒരു തവണ കൂട്ടണം. മൂന്നാമത്തെ വർഷം എന്താ, ഈ 112.25 കൂടെ ഒരു 12.5 കൂടെ കൂട്ടിയിട്ട് ഇതെല്ലാം കൂടെ സം ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് നമുക്കിവിടെ തന്നേക്കുന്നത്. അതിൻ്റെ 100% കണ്ടുപിടിച്ചാൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റും കിട്ടും. ഈ 300% കണ്ടുപിടിച്ചാൽ മൊത്തം അടയ്ക്കുന്ന എമൗണ്ടും കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ഇപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ പിള്ളേരുള്ള ഫ്രം എല്ലാ സ്കൂളും കൂടി എടുത്തു കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്? ചുമ്മാ നോക്കിയാൽ മതി. 917, 924, 904, 919, 903, 910. അപ്പോൾ ഇത് 903 ആൻസർ. അതേതാ? 9ാം ക്ലാസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ 20, 28, 34, 60, 75 LCM എടുത്താൽ മതി, പ്രശ്നം തീരും. 20ൻ്റെ 60ൻ്റെയും LCM എന്താണ്? അത് 60 തന്നെയാണ്. ഇനി 60ൻ്റെ 75ൻ്റെ LCM എന്താണ്? അത് 300 ഇനി നമുക്ക് 28ൻ്റെ 34 LCM എടുക്കാം. അതെങ്ങനെ എടുക്കുന്നത്? 28ന് എന്താ 2 × 7 എഴുതാം. എന്നാൽ 34നെ എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 2 × 17 എന്ന് എഴുതാം. അതായത് ഇത് 2² × 7 എന്നും ഇത് 2 × 17 എന്നും ഉണ്ട്. ഇതിനകത്ത് നിന്ന് 2ൻ്റെ ഏറ്റവും വലിയ പവർ ഏതാണ് വരുന്നത്? അത് 2² × 17ൻ്റെ ഏറ്റവും വലിയ പവർ ഏതാണ് വരുന്നത്? 17 × 7ൻ്റെ ഏറ്റവും വലിയ പവർ ഏതാണ് വരുന്നത്? 7 ആണ് വരുന്നത്. ഇതാണ് LCM വരുന്നത്. ഇങ്ങനെ ഫാക്ടറാക്കി എഴുതിയിട്ട് ഏറ്റവും വലിയ നമ്പർ നോക്കി എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെയല്ല, ഏറ്റവും വലിയ പവർ വരുന്ന നമ്പർ നോക്കി എടുത്ത് എഴുതിയാൽ മതി. എത്ര വരുന്നത്? 476 എന്ന് വരും. ഇനി 476ൻ്റെ 300നെ കൂടെ LCM എടുക്കണം. നമുക്കിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അതായത് 300നെ എങ്ങനെ എഴുതാൻ പറ്റും? 300നെ 2 × 2² × 3 × 5² എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അതേസമയം 476നെ എങ്ങനെ എഴുതാൻ പറ്റും? 2² × 3 × 7 × 17 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. എന്താണ്, ഇതെല്ലാം എടുത്ത് ഏറ്റവും വലിയ പവർ വരുന്ന നോക്കി എഴുതിയാൽ മതി. 2ൻ്റെ ഏറ്റവും വലിയ പവർ വരുന്നത് 2². 7ൻ്റെ ഏറ്റവും വലിയ പവർ വരുന്നത് 7. 3ൻ്റെ ഏറ്റവും വലിയ പവർ വരുന്നത് 3. 17ൻ്റെ ഏറ്റവും വലിയ പവർ വരുന്നത് 17. പിന്നെന്താണ് 17. ഇനി 5ൻ്റെ ഏറ്റവും വലിയ പവർ വരുന്നത് ഏതാ? 5². ഇത് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എത്രയാണ്? 35,700 എന്നാണ് ആൻസർ വരുന്നത്. ഇവിടെ എന്താ ഓപ്ഷൻ 4 ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മീൻ പ്രപ്പോർഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എയും ബിയും 2 നമ്പർ ആണെങ്കിൽ മീൻ പ്രപ്പോർഷൻ കാണാൻ എന്ത് ചെയ്യേണ്ട? √AB ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 0.3യും 0.003യും. അപ്പം ഞാനിവിടെ എന്താ, ഇത് പോയിന്റുകളെ എത്രയാണ്? ഒരു 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ, ഇത് 3 എന്നും വരും, ഇവിടെ എന്താ 300 എന്നും വരും. √300 × 3 ഇത് എത്രയാണ്? √900 എന്ന് വരും. അതെത്രയാണ്? 30 വരും. ഇനി 30 ആൻസർ. കാരണം എന്താ, നമ്മളൊരു 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു. ആ 10,000 ഇവിടെ കൊണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇതും വെട്ടിപ്പോയി. എത്രയാണ്? 0.003 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ A + B + C തന്നിട്ടുണ്ട്, = 5 ആണ്. AB, BC, CA തന്നിട്ടുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് A³ + B³ + C³ - 3ABC എത്രയെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് മസ്റ്റായിട്ടൊരു ഫോർമുല കാണാൻ പഠിച്ച് വയ്ക്കേണ്ട സാധനം. അതേതാ ഫോർമുല? അത് A³
പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഈക്വൽ ടു a പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി എ വരും. ഇതിനകത്ത് ഏതൊക്കെ തന്നിട്ടുണ്ട്? ഇത്രയും ഭാഗം തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 5 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട സാധനം എന്താ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ തന്നിട്ടില്ല. അതുപോലെ എ ബി മൈനസ് ബി സി മൈനസ് സി ആണ് തന്നേക്കുന്നത്. നമുക്ക് അല്ല, എ ബി പ്ലസ് ബി സി പ്ലസ് സി ആണ് തന്നേക്കുന്നത്. നമുക്ക് വേണ്ടതെന്നാണ് എ ബി മൈനസ് ബി സി മൈനസ് സി ആണ് വേണ്ടത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കാണാൻ വേറൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. എ പ്ലസ് ബി പ്ലസ് സി 5 തന്നിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര? 5 ദ ഹോൾ സ്ക്വയർ എടുത്താൽ മതി. അതുപോലെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എത്രയാണ് തന്നിരിക്കുന്നത്? 7 തന്നിട്ടുണ്ട്. അത് ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? അതായത് 5 സ്ക്വയർ മൈനസ് 7 ഇൻറ്റു 2 വരും. അതെത്ര? 25 മൈനസ് 14 ചെയ്യുമ്പോൾ 11 കിട്ടും. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് 11 കിട്ടി. ഇത്രയത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഞാനിവിടെ ഈ മൈനസ് എടുത്ത് പുറത്ത് വയ്ക്കുക. കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അത് എ ബി പ്ലസ് ബി സി പ്ലസ് സി ആവും. അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. 5 ഇൻറ്റു 7 മൈനസ് 5 ഇൻറ്റു 11 മൈനസ് 7 വരും. ഒരു ബ്രാക്കറ്റ് ഉണ്ട്. മൈനസ് 7 ചെയ്യുമ്പോൾ എത്ര? 4 വരും. അപ്പോൾ 5 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്ര? 20 എന്ന് കിട്ടും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ എന്താ? ഈ കൺഫ്യൂഷൻ ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കണ്ടുപിടിക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ. ഈ ഫോർമുല 2 ഫോർമുലയും കാണാതെ അറിയാമെങ്കിൽ എന്താണ് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ മൊത്തം ആൾക്കാരാണ് എത്ര? 4980 അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സെൻറ്റർ ആംഗിൾ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെക്ടർ ഇൻഡിക്കേറ്റിംഗ് ഫുട്ബോൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫുട്ബോൾ ഏതായി? 30%. ആയിട്ട് ചെയ്യേണ്ട 100%ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ്? 4980 അല്ല, 100%ൻ്റെ വാല്യൂ ആണ് എത്രയാണ്? 360 ഡിഗ്രി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 30%ൻ്റെ വാല്യൂ എത്രയാണ് കണ്ടുപിടിച്ചാൽ മതി. 100%ൻ്റെ വാല്യൂ 360 ആണെങ്കിൽ 1%ൻ്റെ വാല്യൂ എത്രയാണ്? 3.6 ആണ്. അങ്ങനെയാണെങ്കിൽ 30%ൻ്റെ വാല്യൂ എത്രയാണ്? 3.6 ഇൻറ്റു 30 ചെയ്താൽ മതി. അപ്പോൾ 3.6 ഇൻറ്റു 30 ചെയ്താൽ എത്രയാണ്? 10.8 എന്ന് കിട്ടും. അല്ല 3.6 ഇൻറ്റു 3 ചെയ്താൽ എത്രയാണ്? 10.8 എന്ന് കിട്ടും. അപ്പം 30 ചെയ്താൽ എത്രയാണ്? 108 എന്ന് കിട്ടും. 108 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ. യൂണിറ്ററി മെത്തേഡ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒരു പുള്ളി ഷോപ്പ് കീപ്പർ ഇൻക്രീസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം ബൈ 50%. അത് കഴിഞ്ഞ് 40% ഡിസ്കൗണ്ടിന് കൊടുത്തു ഓൺ ദ മാർക്ക് പ്രൈസ്. വാട്ട് ഈസ് ഹീസ് ലോസ് പെർസെൻറ്റേജ് എന്ന് ചോദിച്ചേ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതായത് 100 രൂപയുടെ സാധനം 150 ആക്കി 50% കയറ്റി കിട്ടും. വില ഇൻക്രീസ് ചെയ്തു. ഇനി 150ൻ്റെ 40% ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ്. 150ൻ്റെ 40% ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി എത്രയുള്ള? 60 15 ഇൻറ്റു 6 ചെയ്യുമ്പോൾ എത്ര? 90 കിട്ടും. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഡിഫറൻസ് എത്രയാണ്? -10 അപ്പോൾ 10% ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? An item with a mark price of Z was sold for 6622 after a discount of 12% was offered. What was the value of Z എന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് Z ഇൻറ്റു 88 ബൈ 100 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 6622 കിട്ടും. അത് 2 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? 44 വരും.
3311 വരും. ഇനി ഇത് രണ്ടിനെ ഞാൻ 11 കൊണ്ട് വെട്ടുക. അപ്പം ഇവിടെ എത്ര വരുന്നത്? 4 വരും. ഇത് 301 വരും. ഇനി 301 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്രയാണ്? അത് 75.25 വരും. ഇൻറ്റു 100 കൊടുക്കണം. ഇൻറ്റു 100 കൊടുക്കുമ്പോൾ എത്രയാണ്? 75,025 വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം മാർക്കിന് മിഡ് 1 കിട്ടിയ മാർക്ക്, മൊത്തം ആൾക്കാർക്ക് മിഡ് 1 കിട്ടിയ മാർക്കിന് എത്ര ശതമാനം എന്ന് ചോദിച്ചേക്കുന്നത്? അങ്ങനെയല്ല ചോദിച്ചേക്കുന്നത്. സ്റ്റാൻഡ് ബൈ ഓൾ സ്റ്റുഡൻസ് ഇൻ മിഡ് 1 എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം അത് തന്നെ. അപ്പം മിഡ് 1 മാർക്കിന് എത്ര കിട്ടിയേ? മാർക്കല്ല, ഹേമന്ത്. കുട്ടിയുണ്ട്, ഞാൻ വിചാരിച്ച മാർക്ക് പേരായിരിക്കും. അപ്പം ഹേമന്ത് മാർക്ക് എത്ര കിട്ടിയ മിഡ് 1? ഹേമന്ത് മിഡ് 1 കിട്ടിയത് 30 മാർക്കാണ് കിട്ടിയത്. എല്ലാ സ്റ്റുഡൻസിനും എത്ര കിട്ടിയേ? ഇവിടെ സുനിലിന് 33 കിട്ടി. ഇനി എല്ലാ സ്റ്റുഡൻസും ഇടുമ്പം അതിനകത്ത് ഹേമന്തിനെ പെടും. അപ്പം 30 പ്ലസ് 36, ഇനി അവസാനം എത്ര? 21. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 120 വരും. അപ്പം 30/120 ഇൻറ്റു 100 വരും. 3 4 12 വരും. 1/4 വരും. 1/4 ഇൻറ്റു 100 എത്രയാണ്? 25%. 25% ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻകം ഫ്രം മാക്സിമം ഏണിംഗ് സെക്ടർ ആൻഡ് മിനിമം ഏണിംഗ് സെക്ടർ എന്ന് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ഏണിംഗ് സെക്ടർ എത്രയാണ്? സെയിൽസ് ആണ് 115 മൈനസ് ഏറ്റവും കുറഞ്ഞ ഏതാ? പ്രൊഡക്ഷൻ അല്ലേ? 67 അല്ലേ? അല്ല, കമ്മ്യൂണിക്കേഷൻ അല്ലേ, സോറി. ഇപ്പം ഏറ്റവും കുറവ് കമ്മ്യൂണിക്കേഷൻ 60. ചെയ്യുമ്പോൾ എത്ര? 85 വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇനി ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. മൊത്തം പ്രിൻസിപ്പൽ എത്ര? 8,000 രൂപയാണ്. 20% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു വർഷത്തേക്ക് എത്രയാവുമെന്നാണ് ചോദിച്ചേക്കുന്നത്. 20% പെർ ആനമാണ്. അപ്പം ഹാഫ് ഇയർലി വരുമ്പോൾ എത്രയാണ്? ഒരു വർഷം 20% ആണെങ്കിൽ അത് 6 മാസം വെച്ച് പോകുമ്പോൾ ഇവിടെ 10, ഇവിടെ 10 വരും. 10% വെച്ച് 2 തവണ കോമ്പൗണ്ട് ചെയ്യുക ചെയ്യുന്നു. 8,000 എന്നുള്ളത് 1/10 കൂടും. അതായത് 10 എന്നുള്ള എമൗണ്ട് 12 ആവുക ചെയ്യുന്നു. അപ്പം 11/10 ഇൻറ്റു ഒരു തവണയും കൂടെ 11/10 വെട്ടിപ്പോവും. അപ്പം 80 ഇൻറ്റു 121 വരും. 8 ഇൻറ്റു 121 ഇത് എത്രയാണ്? അത് 968. 968. ഒരു 0 ഇട്ട് കൊടുത്തോളാം. അപ്പോൾ 2 തവണ കോമ്പൗണ്ടർ ചിത്രമായി കഴിയുമ്പോൾ എത്ര അടയ്ക്കണം? 968 അടയ്ക്കണം. എത്രയാണ് വ്യത്യാസം വന്നേക്കുന്നത്? 1680 ഇൻട്രസ്റ്റ് ആയിട്ട് കൂടിയിരിക്കുന്നത്. അതാണ് ആൻസർ. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി എക്സിന് എന്താ ഒരു വാല്യൂ കൊടുക്കാൻ പോവാം. അപ്പോൾ എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? 1/6 എന്ന് പറയുന്ന 1 വരും. ഇവിടെ 1 വരും. പക്ഷേ ഇവിടെ എന്താണ്? ഇത് 0 ആയി പോകും. അപ്പം അത് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് 1 കൊടുക്കുന്നില്ല, 2 കൊടുക്കുക. അപ്പം 2/6 എന്ന് പറയുന്നത് എത്രയാണ്? അത് 64 ആണ്. 64 + 1 ഇവിടെ 65 വരും. അതേസമയം 2/4 എത്രയാണ്? 2/4 16 വരും. 16 - 1 15 വരും. അപ്പോൾ ഇത് രണ്ടിനോട് LCM എടുത്താൽ മതി. 15 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 ഇൻറ്റു 3 എന്ന് എഴുതാൻ പറ്റും. 65 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? അതായത് 13 ഇൻറ്റു 5 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ രണ്ടിടത്തും 5 എന്താ? കോമൺ ആണ്. അപ്പോൾ HCF എത്താണ്? 5 ആണ് HCF. ഇങ്ങനെയൊക്കെ കിട്ടി. അതൊക്കെ ശരിയാണ്. ഇനി നമുക്ക് ഓപ്ഷനിൽ നിന്ന് കറക്റ്റായിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓപ്ഷനിലെ എക്സിൻ്റെ എല്ലാ വാല്യൂവിനും 2 ഇട്ട് കൊടുക്കുക. 2 ഇട്ട് കൊടുക്കുമ്പോൾ ഏതിനാണോ 5 വരുന്നത് അതാണ് കറക്റ്റ് ആൻസർ. ഇത് വരത്തില്ല. ഇത് 3 വരത്തുള്ളൂ. ഇത് -3 വരുന്നത്. ഇത് അല്ല. ഇതെന്താ? ഇത് കറക്റ്റ് വരുന്നുണ്ട്. 2² + 1 എന്ന് പറയുന്നത് 5 വരും. ആൻസർ എത്രയായി? അതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. അപ്പം വേറെ ഫൈൻഡ് ചെയ്യാനോ ഒന്നും പോകണ്ട. ചുമ്മാ വാല്യൂ പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ മതി. 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ?
മുകളിലത്തെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആദ്യം മാറ്റിയിടാം. 1 and 1/2 എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 3/2 എന്ന് എഴുതാൻ പറ്റും. ഡിവൈഡഡ് ബൈ +1 13/4 വരും. പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ 13/14 പ്ലസ് 1/5 ഡിവൈഡഡ് ബൈ 1/5 ഇൻറ്റു 6 പ്ലസ് 1 7/2 മൈനസ് 1/3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3 7/4 ഇൻറ്റു 6 7/3 2 6 പ്ലസ് 1 7/2 വരും. ആദ്യം ഡിവൈഡ് ചെയ്യേണ്ടത് 3/2 ഡിവൈഡ് ബൈ 13/4 ചെയ്യുമ്പോൾ എത്രയാണ്? 13/4 തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ഇൻറ്റു 4/13 വരും. ഇൻറ്റു 4/13 അങ്ങനെ തന്നെ ഇവിടെ എന്ത് വരും? ഇത് ഇൻറ്റു 14/13 ചെയ്താൽ മതി. ഇത് ഫുള്ള് കളഞ്ഞിട്ട് ഇൻറ്റു 14/13. ഇവിടെ 2 4 വെട്ടിപ്പോയിട്ട് ഇവിടെ ബാക്കി എന്ത് 2 ഉള്ളത്. ഇവിടെ 2 14 വെട്ടിപ്പോയിട്ട് 7 വരും. ഇനി 1/3 ഡിവൈഡ് ബൈ 7/4 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് മാറ്റിയിട്ട് ഇൻറ്റു 4/7 ആക്കിയാൽ മതി. ഇൻറ്റു 4/7 ആക്കിയാൽ മതി. മുകളിൽ എന്താ? ഇത് 3 × 2 6/13 പ്ലസ് 7/13 പ്ലസ് 1/5 വരും. ഡിവൈഡഡ് ബൈ താഴെ എന്താ വരുന്നത്? 7/10 മൈനസ് 4/21 ഇൻറ്റു 7/2 വരും. 2 ഇത് വെട്ടിപ്പോയി, മുകളിൽ നിന്ന് 2 വന്നു. ഇതെന്താ നേരിട്ട് കൂട്ടാൻ പറ്റും. 6 7 കൂടെ കൂട്ടിയാൽ 13 വരും. 13/13 1 വരും. 1/1/5 ഡിവൈഡഡ് ബൈ 7/10 മൈനസ് 14/21 വരും. 2 7 കൊണ്ട് വെട്ടിയാൽ എത്രയാണ്? ഇവിടെ 2 വരും, ഇവിടെ 3 വരും. എൽസിഎം എടുത്ത് കൂട്ടിയാൽ എത്രയാണ്? 5 പ്ലസ് 1/5 വരും. അതായത് 6/5 വരും. 6/5 ഡിവൈഡഡ് ബൈ 21 മൈനസ് 20/30. ഇവിടെ എന്താ? മുകളിൽ 1/30 വരും. അല്ല, ഇത് 1/30 വരും. ഈ 1/30 മുകളിലോട്ട് പോകുമ്പോൾ എത്ര? ഇൻറ്റു 30 വരും. അപ്പോൾ എത്ര? 6 5 6 30 വരും. അപ്പോൾ 6 6 36 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞത്? ഇഫ് 2 men or 4 women can build a wall in 34 days, how many days 6 men and 5 women build the same wall എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓർത്ത് നിന്ന് എന്താ? 2 മെന്നിൻ്റെ എഫിഷ്യൻസി ഈക്വൽ ടു 4 വുമൺ എടുത്തോളുക. അപ്പം മെൻ ബൈ വുമൺ റേഷ്യോ കിട്ടും. 4/2 വരും. അതായത് എത്രയാണ്? 1/2 ആണ്. ഇവിടെ എന്താ? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ എത്രയാണ്? 34 ദിവസം അവർ മൊത്തം എടുത്തതെന്ന് മനസ്സിലായി. അത് ഇൻറ്റു 2 മാൻ വർക്ക് ചെയ്തു. 2 ഇൻറ്റു ഇനി ഒരു മാൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 2 ആണ്. ഇതാണ് ടോട്ടൽ വർക്ക് വരുന്നത്. അപ്പം 34 ഇൻറ്റു 4 ഇത് എത്രയാണ്? അല്ലെങ്കിൽ അതങ്ങനെ തന്നെ ഇട്ടാലും മതി. 34 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് ടോട്ടൽ വർക്ക്. അതങ്ങനെ തന്നെ ഇട്ടു. നമ്മളോട് പറഞ്ഞെങ്കിൽ 6 മെന്നും 5 വുമണും കൂടെ വർക്ക് ചെയ്ത് എത്രയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ 6 ഇൻറ്റു 2 ചെയ്യണം അവരുടെ. അതായത് 6 മെൻ ഉണ്ട്, ഒരു മെൻ്റെ എഫിഷ്യൻസി 2 വെച്ചാൽ. അപ്പോൾ 6 ഇൻറ്റു 2 12 എഫിഷ്യൻസി ഉണ്ട്. പ്ലസ് 5 വുമൺ ഉണ്ട്. വുമണിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 1. അപ്പം 5 ഇൻറ്റു 5 തന്നെയാണ്. അപ്പം ഇത് കൂട്ടുമ്പോൾ എത്രയാണ്? 17 എന്ന് വരും. ഡിവൈഡഡ് ബൈ 17. 2 ചെയ്യുമ്പോഴാണ് 34 വരുന്നത്. ആൻസർ എത്രയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ക്യൂബാണ്. 8 ആൻസർ വരും. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഓറിട്ട് തന്നുകൊണ്ടുള്ളതാണ്. ഓറിട്ട് തന്നുകൊണ്ട് എന്താണ്? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യാം. 2 മെന്നിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 വുമൺ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ മെൻ ഈസ് ടു വുമണിൻ്റെ റേഷ്യോ എടുക്കുന്നു. 4:2, അതായത് 2:1 എന്ന് കിട്ടി. നമുക്ക് ടോട്ടൽ വർക്ക് കാണണം. ടോട്ടൽ വർക്ക് കാണാൻ എന്താ ചെയ്യേണ്ട? ഇവർ
34 ദിവസം വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അതെത്രയാണ്? എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, അതായത് 2 men അല്ലെങ്കിൽ 4 women എടുക്കുക. ഏതെടുത്താലും കുഴപ്പമില്ല. കാരണം എന്താ, ഈ മെന്നിന് 3 ഈ 2:1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 4 = 4 തന്നെ കിട്ടും. അപ്പോൾ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല, രണ്ടും 4 തന്നെ വരുന്നത്. അപ്പം 34 × 2 × 2 ചെയ്താൽ എനിക്ക് ടോട്ടൽ വർക്ക് കിട്ടും. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ടോ അവരുടെ എഫിഷ്യൻസി ചെയ്താൽ എനിക്ക് എന്താ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് കിട്ടും. എത്രയാണ് അവർ വർക്ക് ചെയ്യാൻ എടുത്തതെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം. ബേസിക്കായിട്ട് ഒരൊറ്റ ഇക്വേഷൻ നമ്മളിവിടെ എല്ലായിടത്തും ഉപയോഗിക്കുന്നുള്ളൂ. അതേതാ? ഡേയ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയാണ്? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ടോ അവരുടെ എഫിഷ്യൻസി. ഈ സംഭവമാണ് ടൈം ആൻഡ് വർക്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഏറ്റവും കൂടുതലല്ല, ഈ ഇക്വേഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നുള്ളൂ. 7ാമത്തെ ക്വസ്റ്റ്യൻ 78, 84, 90, 112 HCF കാണാനാണ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഈ ഓപ്ഷൻ തന്നേക്കുന്ന ഏത് നമ്പറാണ് ഇതിനെല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയാൽ മതി. 78നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 77 പറ്റത്തുള്ളൂ. 7 വരത്തില്ലെന്ന് മനസ്സിലായില്ലേ? 5 എന്താണ്? 5 90ന് മാത്രമേ പറ്റുള്ളൂ, 5 വരത്തില്ലെന്ന് മനസ്സിലായില്ലേ? പിന്നെ അതല്ല, ഈവൻ നമ്പർ ആയതുകൊണ്ട് എല്ലാത്തിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ തന്നേക്കുന്ന ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഏതാ? ഇതെല്ലാത്തിനും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 ആണ്. സിമ്പിളാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു പുള്ളി വാങ്ങിയതിൻ്റെ കണക്ക് വിവരങ്ങളായി തന്നേക്കുന്നത്. മൊത്തം എത്രയായി? 10, 100, 1000, 10,000, ലക്ഷം, 3 ലക്ഷം രൂപയായി. അങ്ങനെയാണെങ്കിൽ ദെൻ ദ കോസ്റ്റ് ഓഫ് TV ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ലാപ്ടോപ്പ് ബൈ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ലാപ്ടോപ്പ് എന്താണ്? ഈ നീല. പിന്നെന്താണ്? TV അല്ലേ ചോദിച്ചേക്കുന്നത്. TV ഏതാ? TV ഇതുമാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 30%-ൻ്റെ 15%-ൻ്റെ ഡിഫറൻസാണ് ചോദിച്ചേക്കുന്നത്. എത്ര? 15%. അപ്പം 3 ലക്ഷത്തിൻ്റെ 15% എടുത്തു വിട്ടാൽ എത്രയാണ്? 15 3 ചെയ്യുമ്പോൾ 45 വരും. 3 പൂജ്യം ഇട്ട് കൊടുത്തു 45,000 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ കോസയുടെ വാല്യൂ 1/2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈൻ 180 - a എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. കോസയുടെ വാല്യൂ 1/2 എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? കോസ് 60 ആണ്, 1/2 എന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ സൈൻ 180 - 60 എത്രയാണ്? സൈൻ 120 വരും. ഇവിടെ സൈൻ 120 എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അതായത് സൈൻ 0 എന്താ? 0 സൈൻ 1/√3/2 1 ആണ്. അതായത് ഇത് 0, 30, 45, 60, 90 ആണ്. 1 ഇത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് √3/2 1/√2 1/2 0 ആവും. ഇത് 120 ഡിഗ്രി. ഇത് സൈൻ 135 വരും. ഇത് സൈൻ 150 വരും. ഇത് സൈൻ 180 വരും. സൈൻ 120യുടെ വാല്യൂ എത്രയാണ്? √3/2 ആണ് ആൻസർ. √3/2 ആണ് ആൻസർ. ഓപ്ഷൻ 2. സൈൻ്റെ വാല്യൂസ് എന്താണ്? 0-ന്ന് 1/2ലേക്ക് കൂടിയിട്ട് കുറയും. ഏറ്റവും വലിയ വാല്യൂ വരുന്നത് എത്രയാണ്? 90 ഡിഗ്രിയിൽ ഏറ്റവും വലിയ വാല്യൂ വരും. അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് കുറയുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു ഗ്രാമിന് 1 രൂപയെന്ന് വെച്ചോളാം. ഇനി മഹേഷ് എഗ്രി ടു സെൽ ദ റൈസ് 24% ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 24% ലോസ് നമുക്ക് എങ്ങനെയാണ് വരുന്നത്? 24/100 എഴുതാൻ പറ്റും. അതായത് എത്ര? 12/50 ഒന്നുകൂടെ കൂട്ടിക്കളയാൻ പറ്റും. 6/25. അതായത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ എത്ര വരുന്നത്? 25 രൂപയുടെ സാധനം 6 രൂപ കുറച്ച്. എത്ര? 19 രൂപയ്ക്കാണ് അയാൾ വിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു 1 ഗ്രാമിന് 1 രൂപ വെച്ചാൽ 50 ഗ്രാമിന് എത്ര രൂപയാകും കോസ്റ്റ് പ്രൈസ്? 50 രൂപയാകും. ഇത് 50 ആക്കാൻ എന്താ? 2 സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് 50 ഇവിടെ എത്രയാണ്? 38 ഇപ്പോഴും ഇത് റേഷ്യോ 2 സൈഡിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് വ്യത്യാസമൊന്നും വരുന്നില്ല. വേണമെങ്കിൽ ഒന്നും കൂടെ പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കോളൂ, ഒരു വ്യത്യാസം വരത്തില്ല. ഇപ്പോൾ ഇത് നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 12. എത്രയില്ല വ്യത്യാസം? 50. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്?
24 തന്നെ കിട്ടും. ഇപ്പോൾ പെർസെൻറ്റേജിൽ ചേഞ്ചൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താ, രണ്ട് സൈഡിൽ ഒരുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് 50 ഗ്രാമിൻ്റെ സാധനമാണെന്ന് പറഞ്ഞ് ഇയാൾ എത്ര കൊടുക്കുന്നത്, 19 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. അപ്പം ന്യൂ SP എത്രയാണ്, ഇത് 19 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് 19 വന്നെങ്ങനെയാണ്, അതായത് 50 ഗ്രാമാന്ന് പറഞ്ഞാൽ എന്താ 19 ഗ്രാമേ എല്ലാവർക്കും കൊടുക്കുന്നത്. ഇനി ഇയാൾക്ക് എവിടെ ഇത്ര ലാഭം കിട്ടുന്നത്, എത്ര രൂപയാണ്, 19 രൂപ ലാഭം കിട്ടുന്നുണ്ട്. എത്രയില്ല, അയാളുടെ കൈ ശരിക്കും 19 രൂപയുടെ സാധനമേ പോകുന്നുള്ളൂ. അപ്പോൾ ഡിവൈഡ് ബൈ 19 × 100 എത്രയാണ്, 100% പ്രോഫിറ്റ്. ഓപ്ഷൻ 4. ഇത് ഒന്നുകൂടെ ഞാൻ പറയാം. 50 രൂപയുടെ സാധനമാണ്. എല്ലാവരോടും പറഞ്ഞേക്കുന്നത് എന്താണ്, പൂത്താരി ആയതുകൊണ്ട് 24% ലോസിലാണ് വിൽക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അയാൾ 50 ഗ്രാമാന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എന്താണ്, 19 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ലാഭം എത്രയാണ്, ഇവിടെ 19 ഗ്രാം അയാൾക്ക് ലാഭം ഉണ്ടാകുന്നുണ്ട്. അയാൾക്കുണ്ടാകുന്ന കോസ്റ്റ് എന്താ, അത് ഈ പോകുന്ന 19 ഗ്രാമിൻ്റെ പൈസ അയാൾക്കുണ്ടാകുന്ന കോസ്റ്റുള്ളൂ. 19 ചെയ്യുമ്പോൾ 1 കിട്ടും. 1 × 100 എന്ന് പറയുന്നത് 100% പ്രോഫിറ്റാണ്. ഇനി ഇതല്ലാതെ വേറെ ഏത് മെത്തേഡ് ചെയ്യാൻ പറ്റും, അതായത് 1 ഗ്രാമിന് 1 രൂപ എന്ന് വെച്ചെടുത്തു. അപ്പം 100 രൂപയുടെ സാധനം ഇയാൾ എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ട വരുന്നത്, 24 കുറച്ച് എത്ര, 76 വിൽക്കുന്നത്. ഈ 76 പുള്ളി ഉടായ്പ കാണിക്കുന്നത്. × 50/19 കൊടുത്താൽ മതി. ഇത് വെട്ടിക്കളയുമ്പോൾ എത്രയാണ്, 4 വരും. 4 × 50 200 വരും. നമ്മൾ കോസ്റ്റ് പ്രൈസ് എത്രയാണ്, കോസ്റ്റ് പ്രൈസ് 100 എഴുതാം. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100 എടുക്കുമ്പോൾ വിറ്റ് കിട്ടുന്ന പൈസ എത്ര, 200. അപ്പോൾ ലാഭം എത്രയാണ്, 100 രൂപ. അതായത് 100% ലാഭം. കുറച്ചും കൂടി എളുപ്പമായിരുന്നു ചെയ്യാൻ. ഇങ്ങനെ ചെയ്താൽ മതി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഒരു സിലിണ്ടറുണ്ട്, അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്, 16 സെൻറ്റിമീറ്ററാണ് വെള്ളം ഒഴിച്ച് ഹൈറ്റ് ഇട്ടേ. ഇഫ് എ സ്പിയർ ഓഫ് റേഡിയസ് 9 സെൻറ്റിമീറ്റർ is put into it, then find the radius of the height of the water if the radius of the cylinder is 12 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കോൺസെപ്റ്റ് എന്താ, അതായത് ഈ ഇത്രയും ഭാഗം വെള്ളം ഉണ്ടെന്ന് വെച്ചോ, ഇതിനകത്തേക്ക് സ്പിയർ ഇടുമ്പം ഈ സ്പിയറിൻ്റെ വോളിയം എത്രയാണോ അത്രയും ഭാഗമാണ്, ഈ സ്പിയറിന് എന്തോരം വോളിയം ഉണ്ടോ അത്രയും വോളിയമാണ് റൈസ് ആവാൻ പോകുന്ന വെള്ളം. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. സ്പിയറിൻ്റെ റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ വോളിയം എത്രയാണ്, 4/3 πr³ ആണ്. അപ്പം 4/3 × 22/7 × 9 × 9 × 9 വരും. 3 വെട്ടിപ്പോയി, 3 വന്നു. എന്തെങ്കിലും വെട്ടിപ്പോവോ, ഒന്നും വെട്ടിപ്പോയില്ലല്ലോ. ഇത് സ്പിയറിൻ്റെ വോളിയം. ഇനി സ്പിയറിൻ്റെ വോളിയത്തിനൂടെ നേരത്തെ വെള്ളം എന്തോരം ഉണ്ടായിരുന്നോ അത്രയും വോളിയം കൂടെ കൂട്ടണം. അതപ്പം എത്രയാണ്, 1/3 വേണ്ടല്ലോ അല്ലേ, വേണ്ടിയാണല്ലോ അല്ലേ, πr² ആണ് സിലിണ്ടറിൻ്റെ വോളിയം വരുന്നത്. അപ്പം 22/7 × r എത്രയാണ്, സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 12 തന്നിട്ടുണ്ട്. 12 × 12 ഹൈറ്റ് എത്രയാണ്, 16 പ്ലസ് ഇതും കൂടെ കയറി വരും. അതെത്രയാണ്, 4 × 22/7 × 3 × 9 × 9 വരും. മുകളിലെന്താ 50,688 വരും. ഡിവൈഡ് ബൈ 7 പ്ലസ് ഞാൻ 22/7 കോമൺ എടുക്കുക, പുറത്തെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 22/7 എടുത്ത് പുറത്ത് വെച്ചു. 12 × 12 × 16 പ്ലസ് 4 × 3 × 9 × 9 വരും. ഇത് ഈക്വൽ ടു പുതിയ വോളിയം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം റൈസ് ആയി എന്നുള്ളതിൻ്റെ. അതെത്രയാണ്, 22/7 × r എത്രയാണ്, r പഴയ റേഡിയസ് തന്നെ, അതായത് 12 × 12 × h അങ്ങനെ തന്നെ ഇട്ടോളാം. ഇതും വെട്ടിപ്പോയി. അപ്പം ഇവിടെ ഒരു 12 ഉണ്ട്, ഇത് 4 × 3 12 ആണ്. അതെടുത്ത് പുറത്ത് വെച്ചാൽ എന്താ സംഭവിക്കുക, ഇവിടുത്തെ 12 പോയി, ഇവിടുത്തെ 12 പോയി. അപ്പോൾ ഇതും വെട്ടിപ്പോയി. ഈ 12 × 16 ഇത് എത്ര കിട്ടുന്നത്, ചെയ്താൽ 192 കിട്ടും. അതുപോലെ തന്നെ
ഇവിടെ ബാക്കി എന്താ ഉള്ളത്, ഒരു 9 സ്ക്വയറാണ് ഉള്ളത്. അത് ചെയ്താൽ എത്ര 81 കിട്ടും. ഇത് ചെയ്താൽ 81 കിട്ടും. ഇവിടെ 12h = 273 വരും. എച്ചിൻ്റെ വാല്യൂ എത്ര വരുന്നത്, 773/12 ചെയ്താൽ 22.75 കിട്ടും. അപ്പം നമുക്ക് നേരത്തെ എത്ര ഉണ്ടായിരുന്നു, 16 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടിയത് എന്താണ്, ഈ ഇത്രയും ഹൈറ്റാണ് കിട്ടിയത്. അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഈ 16 കുറച്ചാൽ എത്രയാണ്, റൈസായ വെള്ളത്തിൻ്റെ ഇത് കിട്ടും. അപ്പം 22 - 16 ചെയ്താൽ 22.75 - 16 ചെയ്താൽ എത്രയാണ്, 6.75 കിട്ടും. അതാണ് ഉത്തരം. 32ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ A can do 1/5 piece of a work in 20 days എന്നാണ് പറഞ്ഞേക്കുന്നത്. B can do 30% of the same work in 36 days. എന്താ സിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്, C can do 80% of the same work in 160 days. അത് കഴിഞ്ഞ് B and C started working together for X days. ആഫ്റ്റർ X days എന്താണ്, B left the work എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ബിയും സിയും എത്രയോ ദിവസം നിന്ന് വർക്ക് ചെയ്തു, ആ ദിവസത്തെ എന്താ X എന്ന് എടുത്തോളാം. അത്രയും ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ്, ബി നിർത്തിപ്പോയി. എത്ര ദിവസമാണോ ബിയും സിയും ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്ത്, ആ ദിവസം കഴിഞ്ഞപ്പം X നിർത്തിപ്പോയി. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് എ ജോയിൻ സി ആൻഡ് ബോത്ത് കംപ്ലീറ്റഡ് ദ റിമൈനിങ് വർക്ക് ഇൻ X - 4 days. ഇനി if the ratio between the work done by B plus C together to the work done by A plus C together എന്ന് പറയുന്നത് എത്രയാണ്, 19:6 എന്ന് തന്നിട്ടുണ്ട്. then what fraction do the same work can be completed by C alone in 2X days എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം നന്നേക്കുന്നത് എഴുതാം. 1/5 ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും, 20 ദിവസം എടുക്കും. ചെയ്യാൻ 20 ദിവസം എടുക്കുമെങ്കിൽ 1/5 ചെയ്യാൻ 20 ദിവസം എടുക്കുമെങ്കിൽ ഫുൾ വർക്ക് എത്ര, ഈ 1 ആണ്. അപ്പം ഈ 5 അങ്ങോട്ട് വിട്ടാൽ മതി. അപ്പോൾ ഫുൾ വർക്ക് ചെയ്യാൻ എത്രയാണ്, 20 × 5 ചെയ്യുമ്പോൾ 100 ദിവസം എടുക്കുക. ആ ഫുൾ ജോലി ഏതന്നെ ആ ജോലി തീർക്കാൻ എത്രയാണ്, 100 ദിവസം എടുക്കും. അടുത്ത ഇതുപോലെ എടുക്കുക, 30%-ന് 30/100 എന്ന് എടുക്കുക. B 30/100 കൊണ്ടാണ്, അങ്ങനെയല്ല, 30/100 ജോലി ചെയ്യാൻ എത്രയാണ്, 36 ദിവസം എടുക്കും. അതായത് 10 ജോലി ഉണ്ടെങ്കിൽ 3 ജോലി തീർക്കാൻ 36 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 10 ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും, 120 ദിവസം എടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 ജോലി ചെയ്യാൻ എത്രയാണ്, 36 ദിവസം എടുക്കും. നമുക്ക് വേണ്ട എത്രയാണ്, 10 ജോലിയാണ്. അപ്പോൾ എത്രയാണ്, ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 12 വരും. അപ്പോൾ 10 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 120 വരും. അപ്പോൾ ആ ജോലി ഫുള്ള് ബി തീർക്കാൻ എത്രയാണ്, 120 ദിവസം എടുക്കും. 120 ദിവസം എടുക്കും. സി ക്യാൻ ഡു എന്താണ്, 80% ഓഫ് ദ വർക്കാണ്. അപ്പം 80/100%, അതായത് 10-ൽ 8 ജോലി തീർക്കാൻ എത്രയാണ്, 160 ദിവസം എടുക്കും. ചെയ്ത പോലെ ചെയ്താൽ മതി. 8 ജോലി തീർക്കാൻ 160 ദിവസം എടുക്കും. ഒരു ജോലി തീർക്കാൻ എത്ര, 20 ദിവസം. ഒരു ദിവസത്തെ ജോലി തീർക്കാൻ 20 ദിവസം എടുക്കും. നമുക്ക് വേണ്ട എത്ര, 10 ദിവസത്തെ ജോലിയാണ്. 200 ദിവസം കൊണ്ടാണ് സി ആ ജോലി ഫുള്ള് ചെയ്ത് തീർക്കുന്നത്. സി ആ ജോലി മൊത്തം തീർക്കാൻ 200 ദിവസം എടുക്കും. തൽക്കാലം നമുക്കിത് മാച്ച് കളയാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ LCM എത്രയാണ്, ഇതിൻ്റെ LCM ആണ് എന്താണ്, ടോട്ടൽ വർക്ക് വരുന്നത്. അപ്പം 100-ൻ്റെ 200-ൻ്റെ LCM എത്ര, 200 തന്നെ. 120-ൻ്റെ 200-ൻ്റെ കണ്ടാൽ മതി. ഇനി 12 × 5 ചെയ്താൽ 60 വരും. അപ്പം 120 × 5 ചെയ്താൽ 600 വരും. അപ്പം ഇതിൻ്റെ 3-ൻ്റെയും കൂടെ LCM എത്ര, 600 എന്ന് വരും. എയുടെ എഫിഷ്യൻസി എത്ര, 600/100 ചെയ്യുമ്പോൾ 6 വരും. ബിയുടെ എഫിഷ്യൻസി എത്ര, 5 വരും. സിയുടെ എഫിഷ്യൻസി 3 വരും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബിയും സിയും ഒന്നിച്ച് ജോലി ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞത്. അപ്പം 5 × 3 = 8 ഇവരുടെ എഫിഷ്യൻസി. എത്ര ദിവസം ജോലി ചെയ്തു, 8x ദിവസം വർക്ക് ചെയ്ത്. ഈ X ദിവസത്തിന് ശേഷം ആര് ലെഫ്റ്റായി, ബി ലെഫ്റ്റായി. പിന്നെ എയും സിയും കൂടെ ജോലി ചെയ്ത്. അപ്പോൾ എയുടെ സിയുടെ എഫിഷ്യൻസി എത്രയാണ്, 6 × 3 9 അവരുടെ എഫിഷ്യൻസി. 9 എഫിഷ്യൻസി വെച്ച് എത്ര ദിവസം കൊണ്ട് ജോലി കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ X - 41 days കൊണ്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ X - 41 days ആണ് അവരെടുത്തത്. ഇനി തന്നേക്കുന്നത് ഞാനിവിടെ 8x/9 × X - 41 എഴുതാൻ കാരണം എന്താ, ഇനി നമുക്ക് തന്നേക്കുന്ന റേഷ്യോ തന്നേക്കുന്നത്. ഇഫ് ദ
if the ratio between the work done by B plus C together to work done by A plus C together എന്ന് പറയുന്നത് 19:6 റെസ്പെക്റ്റീവ്ലി ആണ്. B plus C 8x ആണ്. അത് എത്ര ദിവസം എടുത്തു? 19ഉം A plus C എത്രയാണ്? അത് 9 × x - 41 ആണ്. അത് എത്ര ദിവസം എടുത്തു? 6 ദിവസം എടുത്തു. ഇനി ഇവിടെ 9ഉം 6ഉം വെട്ടിപ്പോയി. ഇവിടെ 3, 2. ഇത് സോൾവ് ചെയ്യാൻ നേരത്തെ എത്രയാണ്? ഞാൻ ഈ 8x × 2 ചെയ്തു. 16x = 19 × 3 വരും. 19 × 3 ചെയ്ത് എത്രയാണ്? 57 വരും. 57 × x - 41 എന്ന് എടുത്തോളാം. ഇനി സോൾവ് ഫോർ x ചെയ്താൽ മതി. ഇതിനകത്ത് 57 കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അങ്ങനെ വരുമ്പോൾ എത്ര? 57x - 41 × 57 വരും. 57x - 41 × 57 വരും. ഇത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് ഇതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 57x - 16x വരും. അത് എത്രയാണ്? അത് 41x ആണ്. അപ്പോൾ 41x = 41 × 57 വരും. അപ്പം 41ഉം 41ഉം വെട്ടിപ്പോയി. x = എത്രയാണ്? 57 കിട്ടി. ഇത് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല കേട്ടോ, നേരത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ വാല്യൂ 57 കിട്ടി. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ദെൻ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സെയിം വർക്ക് ക്യാൻ ബി ഡൺ ബൈ സി എലോൺ ഇൻ 2x ഡേയ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായില്ല? അതായത് ദെൻ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സെയിം വർക്ക് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ സി എലോൺ ഇൻ 2x ഡേയ്സ്. അതായത് ഇപ്പം എക്സിൻ്റെ വാല്യൂ 57 ആണ് കിട്ടി. 2x ഡേയ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 57 ഇരട്ടി 114 ദിവസം കൊണ്ട് 114 ദിവസം കൊണ്ട് സി എന്തുമാത്രം ജോലി ചെയ്ത് 600ൻ്റെ എത്ര പാർട്ട് ജോലി ചെയ്ത് തീർക്കുന്നതായിരിക്കും ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. അത് സിയുടെ എഫിഷ്യൻസി എത്രയാണ്? സിയുടെ എഫിഷ്യൻസി 3 ആണ്. 3 എഫിഷ്യൻസി വെച്ച് എത്രയാണ്? 2 × 57 ഡേയ്സ് വർക്ക് ചെയ്തു. മൊത്തം എത്ര ജോലിയുണ്ട്? 600 ജോലി ഉണ്ട്. 600 പാർട്ടിൽ ഇത്രയും ജോലി സി തന്നെ ചെയ്യും 2x ഡേയ്സ് കൊണ്ട്. 3ഉം 2ഉം കട്ട് ചെയ്ത് പോയി. 6ഉം ആയിട്ട് ഇവിടെ ബാക്കി ഒരു 100 ഉണ്ട്. ഇനിയൊന്നും വിട്ടുപോയില്ല. 57/100 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. ഇത് അത്യാവശ്യം കൺഫ്യൂഷൻ ആക്കുന്നതിനെക്കൊണ്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ റേഡിയസ് ഓഫ് 2 സർക്കിൾ be 6 cm 9 cm and the length of the transverse common tangent 20 cm then find the distance between the two centers എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫേഴ്സ് ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 2 സർക്കിൾ ഇങ്ങനെയുണ്ട്, അതിൻ്റെ ടാൻജൻറ്റ് ഇങ്ങനെ വരുന്നതാണ് ട്രാൻസ്ഫേഴ്സ് ടാൻജൻറ്റ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ട് എത്രയാണ്? 6 cm ആണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 9 cm ആണ്. നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 സർക്കിൾ. ഇവിടെ ചെയ്യുന്ന ഇക്വേഷൻ അതാണ് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. എൽ എന്ന് പറയുന്നത് ലെങ്ത്. ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ ട്രാൻസ്ഫർ ടാൻജൻ്റ് ആണ്. അത് തന്നേക്കുന്നത് എത്ര? 20 cm ഇവിടെ നിന്നിട്ടുണ്ട്. = d² - r1 + r2 ദ ഹോൾ സ്ക്വയർ ആണ്. r1ഉം r2 റേഡിയസ് ഓഫ് ദ 2 സർക്കിൾ. ഈ d² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സർക്കിൾ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 20 = √d². d² തന്നെ ഇട്ടു. മൈനസ് r1 + r2 ദ ഹോൾ സ്ക്വയർ എത്രയാണ്? 6 + 9 ദ ഹോൾ സ്ക്വയർ വരും. 6 + 9 ദ സ്ക്വയർ. ഇവിടെ 6 + 9 ചെയ്യുമ്പോൾ എത്രയാണ്? ഇത് 15 വരും. 15² ഇവിടെ വരും. സ്ക്വയറിങ് ഓൺ ദ ബോത്ത് സൈഡ്സ് ചെയ്താൽ എന്താ? എനിക്ക് റൂട്ട് അങ്ങ് മാറി കിട്ടും. അപ്പോൾ 20² ആവും ഇവിടെ. അതേസമയം ഇപ്പുറത്തെ ഈ റൂട്ട് അങ്ങ് പോയി കിട്ടും. ഈ റൂട്ട് അങ്ങോട്ട് മാറ്റിയാൽ മതി. d² - 15 വരും അവിടെ. d² - 15 വരും. 15² ഉണ്ട് കേട്ടോ. ഇനി 20² + 15² വരും. d² = എന്താ? 20² + 15², അതായത് 400 + 225 വരും. അപ്പം 400 225 കൂടി 625 വരും. d² വാല്യൂ
625 വരും. ഡിയുടെ വാല്യൂ എത്രയാണ്? 25 കിട്ടും. 25 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 34ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈ പുള്ളി 4 കിലോമീറ്റർ എഗെയിൻസ്റ്റ് ദ സ്ട്രീം പോയി. അത് കഴിഞ്ഞ് 4 കിലോമീറ്റർ എഗെയിൻസ്റ്റ് ദ സ്ട്രീം 1 ഹവറിൽ പോയി. ഇനി 2 കിലോമീറ്റർ എലോങ് ദ കറണ്ടിൽ 15 മിനിറ്റ് പോയി. അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഹിം ടു ഗോ 7 കിലോമീറ്റർ ഇൻ സ്റ്റേഷനറി വാട്ടർ എന്നാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? അപ്സ്ട്രീം അതായത് സ്ട്രീമിലേക്ക് പോകുമ്പം എങ്ങനെയാണ്? സ്പീഡ് ഓഫ് ദ ബോട്ട് എക്സ് മൈനസ് സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറയുന്നത് എത്രയാണ്? 4 കിലോമീറ്റർ പോയി. അതായത് 4/1 എത്രയാണ്? 4 കിലോമീറ്റർ പെർ അവർ എന്ന് എടുക്കാം. ഡൗൺ സ്ട്രീം എക്സ് പ്ലസ് വൈ, അതായത് സ്പീഡ് ഓഫ് ദ ബോട്ട് പ്ലസ് സ്പീഡ് ഓഫ് ദ സ്ട്രീം വരും. അതെത്രയാണ്? 2 കിലോമീറ്റർ പോയി. സമയം 15 മിനിറ്റേ പോകുള്ളൂ. പക്ഷേ 15 മിനിറ്റിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഡിവൈഡഡ് ബൈ 60 കൊടുക്കുക മണിക്കൂറിലേക്കൊക്കെ. അപ്പം 15 ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് 60 വരുന്നത്. അപ്പം 1/4 ആണ്. 2 കിലോമീറ്റർ ബൈ 1/4 ഇത് എത്രയായി? ഇത് 4/1 ആയിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ആവും. അപ്പോൾ എന്താ സംഭവിക്കുക? 4 2 സാർ 8 വരും. അപ്പം മൊത്തം സ്പീഡ് എത്ര? 8 കിലോമീറ്റർ പെർ അവർ വരും. എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എക്സ് മൈനസ് വൈയുടെ വാല്യൂ 4ഉം എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എത്രയാണ്? 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇത് സ്പീഡ് ഓഫ് ദ ബോട്ടാണ്. അപ്പം സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ കാണാൻ എന്ത് ചെയ്യേണ്ട? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അത് 8 4 12/2 ചെയ്താൽ എത്രയാണ്? 6 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് 7 കിലോമീറ്റർ സ്റ്റേഷനറി വാട്ടറിൽ പോകാൻ എത്ര സമയം എടുക്കുന്നത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റേഷനറി വാട്ടറിൽ സ്പീഡ് കിട്ടിയിട്ടുണ്ട്. എത്ര? 6 കിലോമീറ്ററാണ്. അപ്പോൾ 7 കിലോമീറ്റർ 6 കിലോമീറ്റർ പെർ അവറിൽ പോകാൻ എത്ര നേരം എടുക്കും? 6 × 1 ചെയ്ത് എത്രയാണ്? 6 വരും. ഇപ്പോൾ റിമൈൻഡർ 1 and 1/6 വരും. അപ്പോൾ 1 മണിക്കൂറും 1/6 ഹവേഴ്സ് കൊടുക്കുന്ന പറഞ്ഞേക്കുന്നത്. ഈ 1/6 ഹവേഴ്സിനെ 1/6 മിനിറ്റ്സിനെ 1/6 ഹവേഴ്സിനെ ഞാൻ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചെയ്യേണ്ട ഇൻറ്റു 60 കൊടുത്താൽ മതി. അപ്പം 10 കിട്ടും. അപ്പം 1 മണിക്കൂറും 10 മിനിറ്റുമാണ് എടുക്കുന്നത്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ 35ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? At 7:30 p.m. the owner of the cycle noticed that the thief is taking away his cycle from his own home and is cycling in a particular direction at an estimated speed of 10 km/h ആണ്. സംഭവം എന്താ മനസ്സിലായി? ഈ ഇൻഫോംഡ് പോലീസ് 12 km/h അറ്റ് വാട്ട് ടൈം വിൽ ദ പോലീസ്മാൻ ക്യാച്ച് ദ തീഫ് എന്ന് ചോദിച്ചു. ഒരു ഇൻഫർമേഷനും കൂടെ കിട്ടാണല്ലോ. എന്തുമാത്രം ദൂരം ഈ 10 km/h എന്തുമാത്രം സമയം 10 അത് എവിടെ എഴുതിയിട്ടുണ്ട്? ഹാഫ് ആൻ അവർ ലേറ്ററാണ് പോലീസുകാരൻ പുറപ്പെട്ടതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അരമണിക്കൂർ 10 km/h കള്ളൻ സൈക്കിളിൽ ഓടിപ്പോയി. അപ്പം 10 km/h കള്ളൻ സൈക്കിളിൽ ഓടിപ്പോയത്. എങ്ങനെ? അരമണിക്കൂറാണ് ചവിട്ടിപ്പോയത്. ഇൻറ്റു 1/2 ചെയ്ത് എത്രയാണ്? 5 കിലോമീറ്ററാണ് പോലീസ് വരുന്ന സമയം കൊണ്ട് കള്ളൻ സൈക്കിളിൽ ഓട്ടി എത്തിയത്. അപ്പം അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇത് തീഫ്, ഇത് പോലീസ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 5 കിലോമീറ്ററാണ്. ഇവിടെ ഈ സിറ്റുവേഷനിലെ സമയം എത്രയാണ്? 7:30 അയാളെ നോട്ടീസ് ചെയ്തു, ഓണറെ നോട്ടീസ് ചെയ്തു. എന്താ? കള്ളൻ സൈക്കിൾ എടുത്തുകൊണ്ട് പോകുന്ന സംഭവം. 7:30 കഴിഞ്ഞ് 8 മണി ആയപ്പോഴാണ് പോലീസുകാരൻ ഇറങ്ങുന്നത്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 കിലോമീറ്ററാണ്. അപ്പം 8 മണിക്കത്തെ കാര്യമാണ്, 8 PM കാര്യമാണ് ഇത്. തമ്മിലുള്ള ഡിഫറൻസ് 5 കിലോമീറ്ററും ഇവരുടെ റിലേറ്റീവ് സ്പീഡ്, അതായത് രണ്ടുപേരും എന്താ സെയിം ഡയറക്ഷനിലാണ് ഓടുന്നത്. സെയിം ഡയറക്ഷനിൽ ഓടുമ്പോൾ റിലേറ്റീവ് സ്പീഡിന് എന്താ സംഭവിക്കുക? കുറയുകയാണ് ചെയ്യുന്നത്. അതായത് 12 - 10 ചെയ്യുമ്പം 2 km/h ആണ് റിലേറ്റീവ് സ്പീഡ് വരുന്നത്. അപ്പം 5/2 ചെയ്യുമ്പോൾ എത്രയാണ്? 2.5 കിട്ടും. അപ്പോൾ 2.5 മണിക്കൂർ കൊണ്ടാണ് കള്ളനെ പിടിക്കുന്നത്.
ഇനി 2.5 മണിക്കൂർ കൊണ്ട് പിടിക്കുന്നത് മനസ്സിലായി. ഏത് സമയത്താണ് പിടിക്കുന്നത്? 7:30 എന്നാണോ? 7:30 എന്നല്ല പിടിക്കുന്നു, 8 മണിയാകുമ്പോഴാണ്. കാരണം രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണിയാകുമ്പോഴാണ്. 8 2 10, അരമണിക്കൂർ കൂടെ കൂട്ടി കഴിയുമ്പോൾ 10:30ക്കാണ് പോലീസ് കള്ളനെ പിടിക്കുക. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പം ടോട്ടൽ സ്പെൻഡ് ഓൺ സ്പോർട്സ് ഡ്യൂറിങ് ദ ഇയർ വാസ് എന്ന് പറഞ്ഞാൽ ഇത്ര രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്? ക്രിക്കറ്റും ഹോക്കിയും കൂടെ ടുഗദർ. അപ്പം 100% വാല്യൂ ആണ് എത്രയാണ്? 75 ലക്ഷം. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 25,000 കിട്ടി. ഇത് നമ്മളോട് ചോദിച്ചേക്കുന്നത് ക്രിക്കറ്റിൻ്റെ ഹോക്കിയുടെ ആയിരുന്നു ചോദിച്ചേക്കുന്നത്. 20, 10, 30, 33 ശതമാനത്തിന് എടുത്താൽ മതി. അപ്പം 33 ശതമാനത്തിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 33 × 75,000 ചെയ്താൽ മതി. അപ്പം 33 × 75 എത്രയാണ്? 5 3s 15 വരും. 5 3s 15 പ്ലസ് 7 × 3 21. 21 + 15 ചെയ്താൽ എത്രയാണ്? 36. ഈ ഒരു ഒന്നും കൂടെ കൂട്ടിയാൽ 37 വരും. അപ്പോൾ പുതിയ റിമൈൻഡർ 3 വരും. 7 3s 21. 21 + 3 എത്രയാണ്? 24 വരും. 2475 അതായത് 33 × 75 ചെയ്താൽ 2475 വരുന്നത്. 2475 വന്നിട്ട് 3 0 ഇട്ട് കൊടുക്കുക. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ട്രയാങ്കിൾ കാര്യം വന്നിരിക്കുന്നത് ട്രയാങ്കിൾ ABC. ഇപ്പം പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ബൈസെക്ടർ ഓഫ് ആംഗിൾ ABC. ഇതിൻ്റെ ബൈസെക്ടർ ആൻഡ് ആംഗിൾ ACB ഇതിൻ്റെ ബൈസെക്ടർ ഇൻ്റർസെക്റ്റ് അറ്റ് പോയിൻ്റ് O എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ആംഗിൾ POC ഈസ് 125 ദെൻ BAC എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്? BAC എത്രയാണെന്ന് ചോദിച്ചത്? BOC എത്രയാണ് വന്നിരിക്കുന്നത്? ഇത് 125 ആണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. എന്താ? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിൻ്റെ ബൈസെക്ടർ ജോയിൻ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? ഇത് ബൈസെക്ടറും കൂടെ ആവണം കേട്ടോ. അതായത് ഈ ആംഗിളിലെ ബൈസെക്ടറും കൂടെ ആവണം ഇത്. അങ്ങനെയാണെങ്കിൽ അത് 90 + θ/2 ചെയ്താൽ മതി. ഇത് ബൈസെക്ടർ ഇങ്ങനെ താഴോട്ടാണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യണ്ടേ? അതിൻ്റെ ഫോർമുല ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. 90 - θ/2 ഇതാണ്. എന്താ ഈ ഒരു ഭാഗത്ത് ആംഗിൾ കിട്ടും. അപ്പം നമുക്ക് ഈ ആംഗിൾ ഇപ്പോൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 125 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അതായത് 90 + θ/2ൻ്റെ വാല്യൂ 125 ആണ് പറയുന്നത്. നമുക്ക് ഈ തീറ്റ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഈ 2 ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇത് LCM എടുത്തതിന് ശേഷം മാത്രമേ ഈ 2 അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം 90 × 2 ചെയ്ത് എത്രയാണ്? 180 + θ/2 = 125 എന്ന് വരും. 180 + θ = 125 × 125ൻ്റെ ഇരട്ടി എടുത്താൽ എത്രയാണ്? 250 വരും. തീറ്റ എന്ന് പറയുന്നത് 250 ൽ നിന്ന് 180 കുറയ്ക്കണം. അപ്പോൾ എത്ര? 250 - 150 ചെയ്താൽ 70 എന്ന് കിട്ടും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ്, 70 ഡിഗ്രി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ എന്താ 38ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 2 ട്രെയിൻ, ഒരെണ്ണത്തിൻ്റെ നീളം 850 മീറ്റർ, മറ്റേത് 700 മീറ്ററുമാണ്. തന്നിരിക്കുന്നത് 10-50 മീറ്റർ അപ്പാർട്ടാണ്. ആൻഡ് റണ്ണിങ് ഓൺ പാരലൽ ട്രാക്ക് ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഒരെണ്ണത്തിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 62 km/h, മറ്റേതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 55 km/h. അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മച്ച് ടൈം വിൽ ദ ട്രെയിൻ ക്രോസ് ഈച്ച് അതർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തമ്മിൽ പാസ് ചെയ്യുന്ന സമയം കണ്ടെത്താൻ
എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് ചെയ്താൽ മതി. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? 850 700 അത് മാത്രമല്ല 850 700 മാത്രമല്ല, എത്രയാണ്? 1050 കൂടെ കൂട്ടണം. ഇതാണ് ഇവരുടെ മൊത്തം ഉള്ള ഡിസ്റ്റൻസ്. രണ്ടും കൂടെ കൂട്ടി എത്ര? 800 700 കൂടെ കൂട്ടി 1500 അല്ലേ? 1500 1550 1550 പിന്നെ ഇതും കൂടെ കൂട്ടണം. അപ്പോൾ എത്ര? 0 0 6 2600 വരുന്നത്. മൊത്തം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2600 ഡിവൈഡഡ് ബൈ എന്താ? റിലേറ്റീവ് സ്പീഡ് ചെയ്യണം. റിലേറ്റീവ് സ്പീഡ് എത്ര? 62 കിലോമീറ്ററും 55 കിലോമീറ്ററും. അത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 62 + 55 62 55 കൂടെ കൂട്ടിയാൽ എത്ര? 117 വരും. 117. ഇപ്പം ഇനി എന്താ വേറെ പ്രശ്നം? എന്താ? ഇത് മീറ്ററിലും ഇത് km/h. അപ്പം ഞാൻ താഴെ കിടക്കുന്നതിനെ മീറ്റർ/സെക്കൻഡിലോട്ടാക്കാൻ പോവാം. അത് ചെയ്യാൻ എന്താ? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ആവും. 5/18 എന്നുള്ളത് എന്താണ്? ഇത് 18/5 ആവും. കാരണം എന്താ? ഇൻറ്റു 18/5 ആവും. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5ഉം 2600 വെട്ടിപ്പോയ എത്ര? 520 എന്ന് വരും. ഇവിടെ 520 × 18 ചെയ്യുമ്പോൾ എത്രയാണ്? 52 × 18 ചെയ്യുമ്പോൾ 936 എന്ന് വരും. ഇപ്പോൾ ഒരു 0 ഇട്ട് കൊടുത്തുള്ള ഇത് ഡിവൈഡ് ബൈ 117 ചെയ്യണം. 117 × 8 ചെയ്യുമ്പോൾ എത്രയാണ്? അത് 936. അപ്പം ആൻസർ എത്ര? 80 വരുന്നത്. ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ? സൈൻ ബി എന്നുള്ളത് തന്നിട്ടുണ്ട് 1/3 ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് സീക്ക് ബീറ്റ + ടാൻ ബീറ്റ ദ ഹോൾ സ്ക്വയർ. നമ്മൾ സാധാരണ ട്രയാങ്കിൾ വരയ്ക്കുന്ന പോലെ വരയ്ക്കാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇത് ബീറ്റ ആണെങ്കിൽ എന്താ? സൈൻ ബീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇത് ഓപ്പോസിറ്റ് സൈഡ് ഇത് വരും, ഹൈപ്പോട്ടനസ് ഇത് വരും. പൈതഗോറസ് തിയറം വെച്ച് ഓട്ടോമാറ്റിക്കലി അഡ്ജസൻറ്റ് സൈഡ് ഏതാ വരിക? 3² - 1² വരും. അതായത് എന്താ? 9 - 1 √8 വരും ഈ സൈഡ്. ചുമ്മാ എന്താ? സീക്ക് തീറ്റ - ടാൻ ബീറ്റ എടുത്താൽ അതിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. സീക്ക് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1/cos ആണ്. അപ്പോൾ കോസിനെ തിരിച്ചെടുത്താൽ മതി. കോസ് ഏതാണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അത് ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എടുത്താൽ മതി. ഹൈപ്പോട്ടനസ് ഇത് അഡ്ജസൻറ്റ് √8. അപ്പം സീക്ക് ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/√8 വരും. മൈനസ് ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് 1/√8 വരും. അപ്പോൾ ഇതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കണം. ഡിനോമിനേറ്റർ രണ്ട് സെയിം ആയിട്ട് ചുമ്മാ മൈനസ് ചെയ്താൽ മതി. അതായത് 3 - 1 എന്ന് പറഞ്ഞാൽ 2 വരും. 2/√8 ദ ഹോൾ സ്ക്വയർ. ഇതെന്ന് പറയുമ്പോൾ എന്താ? 4/8 വരും. 1/2 ആണ് ആൻസർ. ഓപ്ഷൻ 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എ റൈറ്റ് സ്ക്വയർ പിരമിഡ് ഹാവിങ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 624 cm². ഇഫ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് ദ സ്ക്വയർ ഈസ് 24√2 ദെൻ ദ വോളിയം ഓഫ് ദ പിരമിഡ് ഈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ചോദിച്ചു. വോളിയം ഓഫ് ദ പിരമിഡാണ് ചോദിച്ചേക്കുന്നത്. എന്ത് സാധനത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്യണം. പിന്നെ തന്നേക്കുന്നത് അതായത് സ്ക്വയർ പിരമിഡാണ് തന്നേക്കുന്നത്. അതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് 24√2 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഒരു സ്ക്വയർ എ സൈഡുള്ള ഒരു സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ എന്താ? അത് A√2 ആണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പം A√2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര? 24√2 ആണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഈ എ എന്നുള്ള സൈഡിൻ്റെ ലെങ്ത് എന്താ? A = 24 ആണ്. ഈ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അതെന്ന് പറയുന്നത് ഇതിപ്പം ഇങ്ങനൊരു ഇത് ഒരു പിരമിഡ് ആണെങ്കിൽ ഇതിൻ്റെ ഈ ചെരിഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയയാണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം ഈ സ്ക്വയർ കൂട്ടാതെ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഭാഗം.
അതാണ് എന്താണ് 624 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പം ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് എത്രയാണ്? 1/3 ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദ ബേസ് ഇൻറ്റു ഈ ലാറ്ററൽ ഹൈറ്റ് ആണ്, ഈ ലെങ്ത് ആണ്. അതായത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതിൻ്റെ ഈ ലെങ്ത്താണ്. അപ്പോൾ അത് എല്ലെന്ന് എടുക്കാം. അതെന്ന് പറഞ്ഞാൽ 624 തന്നിട്ടുണ്ട്. അപ്പോൾ 1/3 ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദ ബേസ് എത്രയാണ്? 24 ഇൻറ്റു 24 അല്ലേ? 24 ഇൻറ്റു 4 വരും. 24 ഇൻറ്റു 4 ഇൻറ്റു എല്ലെന്ന് ഇട്ടോളാം. അത് ഈക്വൽ ടു 624. ഫോർമുല ചെറിയൊരു തെറ്റ് പറ്റി. അതായത് 1/3 അല്ല കേട്ടോ, 1/2 ആണ്. 1/2 ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദ ബേസ് ഇൻറ്റു എല്ലാണ്. ഇവിടെ അപ്പം ഈ 1/2 അങ്ങോട്ട് പോകുമ്പോൾ എത്ര? 624 ഇരട്ടി വരും. 1248 എന്ന് വരും. അപ്പം 24 ഇൻറ്റു 4 ഇൻറ്റു എല്ലെന്ന് പറഞ്ഞ് ഈക്വൽ ടു എത്രയാണ്? 1248 എന്ന് വരും. 1248 24 കൂടെ കട്ട് ചെയ്ത് എത്രയാണ്? ഇവിടെ 52 വരും. 52/4 കട്ട് ചെയ്ത് എത്രയാണ്? 13 വരും. അപ്പോൾ സ്ലാൻ ഹൈറ്റ് എത്രയാണ്? 13 കിട്ടി. ഇനി ഈ സ്ലാൻ ഹൈറ്റ് ബേസ് ഉപയോഗിച്ച് എന്താണ് ശരിക്കുള്ള ഹൈറ്റ് കണ്ടുപിടിക്കണം. അതെന്താ? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത് നമ്മൾ ഇമാജിനറി ആയിട്ട് വരയ്ക്കുന്നത്. ഇത് നമുക്കിപ്പോൾ കിട്ടിയ സ്ലാൻ ഹൈറ്റ്, ഇത് ബേസ് വരും. അപ്പോൾ ഇത്രയും ബേസ് വരും. ഇത് ബേസ് ഓഫ് ദ ട്രയാങ്കിൾ. ഇത്രയും ഭാഗം മൊത്തം എത്രയാണ്? മൊത്തം 24. അതിൻ്റെ പകുതി എഴുതാൻ എത്രയാണ്? 12 വരും. ഇതാണ് ഈ പിരമിഡിൻ്റെ ഹൈറ്റ് വരുന്നത്. 12 13 കണ്ടപ്പോൾ മനസ്സിലായി എന്താണ്? 5 12 13 ട്രിപ്ലെറ്റ് വരുന്നത്. ഇവിടെ എന്താ? ഹൈറ്റ് 5 പറഞ്ഞേ പറ്റൂ, കാരണം ബാക്കി രണ്ടും 12 13. പിരമിഡിൻ്റെ ഇത്ര ഹൈറ്റ് കിട്ടി. ഇത് എത്ര? 13 5 കിട്ടി. ഇനി ഇത് ബേസ് ഏരിയ എത്ര? 24 സ്ക്വയർ. 24 സ്ക്വയർ ഇൻറ്റു 5 ചെയ്താൽ മതി, ആൻസർ കിട്ടും. 24 സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? 576 ഇൻറ്റു 5 ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ തെറ്റിപ്പോയല്ലോ. 2000 സംതിങ് വരും. നമ്മളിവിടെ ചെയ്തിട്ട് എന്താ തെറ്റിപ്പോയി? 24 കിട്ടി. സ്ലാൻ ഹൈറ്റ് 13, 5 12 13, ഹൈറ്റ് 5. ഓക്കെ. ഇതെന്താ അബദ്ധം പറ്റിയെന്നറിയാമോ? ഇവിടെ ഒരു 1/3 ഉണ്ട്. 1/3 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് വരണം. സാധാരണ സ്ട്രക്ചറുകളിലൊക്കെയാണ്, ഇപ്പം ക്യൂബിൻ്റെയൊക്കെയാണ്. ഇപ്പം ഒരു ക്യൂബൊക്കെ എടുക്കുമ്പോഴാണ് എന്ത് അതിൻ്റെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കോൺ എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് 1/3 ചെയ്യുന്നത്? അത് മുകളിലോട്ട് പോകും തോറും അതിൻ്റെ ലെങ്ത്ത് ഏരിയ അല്ലെങ്കിൽ കുറഞ്ഞു വരുവാണ്. അപ്പം ഇതും എന്താണ്? കോൺ പോലെ തന്നെ എടുക്കാൻ പറ്റുന്നൊരു ഷേപ്പാണ്. മുകളിലോട്ട് പോകുമ്പോൾ തോറും അതിൻ്റെ ഏരിയ കുറഞ്ഞു പോകുന്നതല്ലേ. ഞാൻ ഈ 1/3യുടെ കാര്യം മറന്നുപോയി. അതാണ് ഈ ഷേപ്പ് എടുക്കുന്ന പോലെ അങ്ങ് എടുത്തു പോയതാണ്. അത്രേ ഉള്ളൂ. ഈ ഷേപ്പ് സാധാരണ ഇങ്ങനത്തെ ഈ ഷേപ്പ് എടുക്കുന്ന പോലെ ഇങ്ങനത്തെ ഷേപ്പിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒന്നുമില്ല, നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഒരു 1/3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 576 3 കൂടെ കട്ട് ചെയ്ത് പോയാൽ എത്രയാണ്? 192 എന്ന് വരും. 192 ഇൻറ്റു 5 ചെയ്താൽ എത്രയാണ്? 960 ആൻസർ. ഓപ്ഷൻ 4. കറക്കി കളഞ്ഞു. അല്ല, അത് കോൺസെപ്റ്റ് ശരിക്കും അങ്ങനെ തന്നെ എടുക്കാത്തതുകൊണ്ടായിരുന്നു. നമുക്ക് ആൻസർ കിട്ടിയതാണ്, പക്ഷേ എന്താണ് 1/3 മൾട്ടിപ്ലൈ മറന്നുപോയി. 41ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 3:8 ആണ്. ഏരിയ എന്നെങ്ങനെ എന്താ? 1944 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? ഇത് കൂടുതലുള്ള ലെങ്ത്താണ്. ലെങ്ത്ത് ഇത് ബ്രെഡ്ത്തുമായിട്ട് എടുത്തോളാം. അപ്പം 8K ഇൻറ്റു 3K, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുമ്പോഴാണ് ഏരിയ കിട്ടുന്നത്. 1444 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് 24K സ്ക്വയർ ഈസ് ഈക്വൽ ടു 1944. K സ്ക്വയർ ഈസ് ഈക്വൽ ടു 1944 ഡിവൈഡ് ബൈ 24. 24 ഇൻറ്റു 81 ചെയ്താലാണ് 1044 കിട്ടുന്നത്. അപ്പോൾ K സ്ക്വയറിൻ്റെ വാല്യൂ 81 കിട്ടി. Kയുടെ വാല്യൂ എത്ര? 9 കിട്ടും.
റൂട്ട് എടുത്താൽ പോരെ. റൂട്ട് 81 എന്ന് പറയുന്നത് 9. ഇനി ഇതിൻ്റെ ശരിക്കുള്ള ലെങ്ത് എത്രയാണ്? 3:8 എന്നാണ് നമുക്ക് തന്നേക്കുന്നത് ലെങ്ത്തിൻ്റെ ബ്രെത്തിൻ്റെ റേഷ്യോ. അപ്പം ഇത് ഈ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ശരിക്കുള്ള സൈഡ് കിട്ടും. ഇത് ഇൻറ്റു 9, ഇത് ഇൻറ്റു 9. 9 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്ര? 27 വരും. 8 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ എത്ര? 72 വരും. ഇത് ശരിക്കുള്ള ലെങ്ത്ത്, ഇത് ശരിക്കുള്ള ബ്രെത്ത്. ഈ പെരിമീറ്റർ 2 ഇൻറ്റു L + B ചെയ്താൽ മതി. അപ്പോൾ 72ഉം 27ഉം കൂടെ കൂട്ടി എത്രയാണ്? അപ്പം 7 എത്രയാണ്? 9, 79ഉം 20ഉം 99 വരും. 99 ഇൻറ്റു 2, അതായത് എത്ര? 198 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 24 days 30 days എന്ന് പറഞ്ഞോളാം. അപ്പം എ എത്രയാണ്? 24 ദിവസം കൊണ്ട് തീർക്കും. ബി 30 ദിവസം കൊണ്ട് തീർക്കും. ഇവിടെ LCM എത്രയാണ്? 24 30ൻ്റെ LCM കിട്ടണമെങ്കിൽ എന്താ? 24 ഇൻറ്റു ഇപ്പം 30ൻ്റെ LCM എന്തായാലും ഒരു 5ൻ്റെയോ 10ൻ്റെയോ മൾട്ടിപ്ലൈ ആയിട്ടല്ലേ വരത്തുള്ളൂ. ഞാൻ ചുമ്മാ 24 ഇൻറ്റു 5 ചെയ്ത് നോക്കുക. ഇപ്പോൾ 24 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്രയാണ്? 5 4 20, 5 2 10. അപ്പം 120 ആണ്. അപ്പം 120 30 പോവും. കാരണം 30 × 4 = 120. അപ്പോൾ എനിക്ക് മനസ്സിലായി LCM എന്താണ്? 120 എന്ന് മനസ്സിലായി. അപ്പം ഇവരുടെ എഫിഷ്യൻസി എത്രയാണ്? 120/24 ചെയ്യുമ്പം എനിക്ക് 5ഉം 120 / 30 ചെയ്യുമ്പോൾ 4ഉം കിട്ടും. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി 5ഉം 4ഉം എന്ന് മനസ്സിലായി. ജോലി ചെയ്യുന്നത് എന്താ? 2 വർക്കിലാന്ന് പറഞ്ഞത്, 2 ഷിഫ്റ്റിലാണ്. ഈ മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 മണിക്കൂറും ഈവനിങ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 4 മണിക്കൂറുമാണ്. ആദ്യത്തെ ദിവസം എന്താ? എ വർക്ക്സ് ഇൻ ദ മോർണിംഗ്, ബി വർക്ക്സ് ഇൻ ദ ഈവനിങ് ആൻഡ് ദ ഇൻ്റർചേഞ്ച് ദ ഷിഫ്റ്റ് എവരി ഡേ. അങ്ങനെയാണ് ഓൺ വിച്ച് ഡേ ഡിഡ് ദ വർക്ക് ഗെറ്റ് കംപ്ലീറ്റഡ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം എ രാവിലെ വർക്ക് ചെയ്തു, ബി വൈകുന്നേരം വർക്ക് ചെയ്തു. ഇനി അവർ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ ബി ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ വരുമ്പോൾ ബി മോർണിംഗ് എടുത്തു, എ ഈവനിങ് എടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ വ്യത്യാസമൊന്നും വരത്തില്ലല്ലോ. എന്തായാലും അതൊരു സെറ്റായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എന്താ? 5 × 4 9 9 വർക്ക് ഒരു ദിവസം തീരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എത്രയാണ്? 9 വർക്ക് തീരുന്നുണ്ട്. അപ്പം 120/9 ചെയ്യുമ്പോൾ എത്രയാണ്? 13 × 9 ചെയ്യുമ്പോൾ എത്രയാണ്? 117 വരും. അപ്പോൾ 13 ദിവസം ബാക്കി എത്രയാണ്? 120 3 ദിവസത്തെ ബാക്കിയുള്ളത് 3/9, അതായത് 1/3 ജോലിയാണ് ബാക്കി കിടക്കുന്നത്. അപ്പോൾ 13 and 1/3 ആണ്. 13ാമത്തെ ദിവസം കഴിഞ്ഞ് അങ്ങനെ ആൻസർ ഇല്ലല്ലേ, പോയിട്ടുണ്ടല്ലോ. ഓക്കെ എന്താ സംഭവം എന്നറിയാം? പേരും ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറയുന്ന ഒരാൾ 6 മണിക്കൂറും ഒരാൾ 4 മണിക്കൂറാണ്. അതും കൂടെ ഇവിടെ കൗണ്ട് ചെയ്യണം. അപ്പം എടുക്കുന്നത് നോക്കാം. അതായത് ആദ്യത്തെ ദിവസം എ മോർണിംഗ് ഷിഫ്റ്റ് കയറുമല്ലോ. മോർണിംഗ് ഷിഫ്റ്റിൽ എത്രയാണ്? 6 മണിക്കൂറത്തെയാണ് മോർണിംഗ് ഷിഫ്റ്റിലെ ജോലി. അതായത് 5 എഫിഷ്യൻസി വെച്ച് അയാൾ 6 മണിക്കൂർ പണിയെടുക്കും. അപ്പം 30 പണി അവിടെ തീരും. ഇനി ബി എങ്ങനെയാണ്? ബിയുടെ എഫിഷ്യൻസി 4. അയാൾ എത്ര? 4 മണിക്കൂറിന് പണി ചെയ്യും. അപ്പം 16 ജോലി തീരും. ഇവിടെ ഒരു ദിവസം എത്രയാണ്? 46 ജോലി തീരുന്നുണ്ട്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 120 അല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താ? ഇവർ എല്ലാ ദിവസമാണെങ്കിലും ഇത് നമ്മൾ മണിക്കൂറിലാണ് ചെയ്യുന്നത്. അതായത് 24 ദിവസം വരുമെങ്കിൽ അയാൾ എന്താണ് 10 മണിക്കൂറേ പണിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇൻറ്റു 10 കൊടുത്തോളാം, ഇവിടെ ഇൻറ്റു 10 കൊടുത്തോളാം. അപ്പം മൊത്തം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 1200 ആവും. രണ്ടാമത്തെ ദിവസം എങ്ങനെയാണ്? ബി ആണ് ഡേ ഷിഫ്റ്റിൽ വരുന്നത്. ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 4 ആണ്. ഇനി അയാൾ എത്ര നേരം ഇരുന്ന് പണി ചെയ്യും? അത് 6 മണിക്കൂറാണ്. അപ്പോൾ 6 4 24 പ്ലസ് ഇനി എ വൈകുന്നേരം വരുന്നത്. എക്ക് എത്ര നേരം പണി എടുത്താൽ മതി? 4 മണിക്കൂർ പണി എടുത്താൽ മതി. പക്ഷേ എയുടെ എഫിഷ്യൻസി എത്ര? 4 അപ്പം 4 × 5 വരും, 20 വരും. അപ്പം 44 വരും. ഇനി ഈ സെറ്റാണ് ഇത് റിപ്പീറ്റായി പോകുന്നത്. അപ്പോൾ 2 ദിവസം കൊണ്ട് എന്തോരം പണി തീരും? 46ഉം 44ഉം. 2 ദിവസത്തെ പണി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 46 + 44 = 90 കിട്ടും. 2 ദിവസം കൊണ്ട് 90 ജോലി തീർക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1200 കിട്ടാൻ 1200 ആണല്ലോ ടോട്ടൽ
വർക്ക് 1200 കിട്ടാൻ ഇവിടെ എത്ര ദിവസം എടുക്കുന്നത് കണ്ടുപിടിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. അതായത് 90 ജോലി തീർക്കാൻ 2 ദിവസം എടുക്കുമെങ്കിൽ 1200 ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഈ 90 എനിക്ക് എങ്ങനെയായിട്ട് 1200 പറഞ്ഞ ഫിഗറിൻ്റെ അടുത്തെത്തിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണ്ടേ? ഇവിടെ ജസ്റ്റ് 13 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ എന്താ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 26 ആവും. ഇവിടെ 26 ആവും. 13 × 9 ഇത് എത്ര? 1170 വരും. 1070 വരും. 26 ദിവസം കഴിഞ്ഞിട്ട് 26 ദിവസം കഴിയുമ്പോൾ എത്ര ജോലി ബാക്കിയുള്ളത്? 30 ജോലി ബാക്കി വരും. 27ാമത്തെ ദിവസം എത്ര? രാവിലെയും കൊണ്ട് അയാൾ പണി തീർക്കും. 27-ാം തീയതി ആരാ വരുന്നത്? 27 എന്ന് പറഞ്ഞാൽ ഓഡ് ഡേ അല്ലേ? ഓഡ് ഡേയിൽ എപ്പോഴും എ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എ രാവിലത്തെ ഷിഫ്റ്റ് കൊണ്ട് ആ 30 ജോലിയും തീർക്കും. ആൻസർ വരുന്നുണ്ട് 27th ഡേയിൽ ജോലി തീരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ സൈൻ എയുടെ വാല്യൂ വന്നിട്ടുണ്ട് sin √3/2 എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 × cosec പ്ലസ് cot ആണ് തന്നേക്കുന്നത്. അപ്പോൾ സൈൻ്റെ ഏത് ആംഗിളാണ് √3/2 തരുന്നത്? ഇവിടെ എയുടെ വാല്യൂ എന്താ? എയുടെ വാല്യൂ 16 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 × cosec 60 പ്ലസ് cot 60യുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. cosec 60യുടെ വാല്യൂ 2/√3 ആണ്. 2/√3 ആണ്. പ്ലസ് cot 60യുടെ വാല്യൂ എത്രയാണ്? 1/√3 ആണ് ഇൻറ്റു 2. അപ്പം LCM രണ്ടും സെയിം ആയിട്ട് ചുമ്മാ കൂട്ടിയാൽ മതി. 3/√3 എന്ന് വരും. ഇനി ഈ 3നെ എങ്ങനെയാണ്? ഇത് √3 × √3 എന്ന് എഴുതാം. √3 × √3 എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു √3 വെട്ടിപ്പോയി. 2 കയറ്റി മൾട്ടിപ്ലൈ വരില്ല. 2√3 എന്ന് കിട്ടും. ഇതാണ് ആൻസർ, ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ? ഹൈറ്റ് ആൻഡ് ദ റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് ദ റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നത് 12:5 ആണ്. ഇഫ് ഇറ്റ്സ് വോളിയം എന്ന് പറയുന്നത് 314 cm² ആണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് ചോദിച്ചേക്കുന്നത്. വോളിയം ഓഫ് എ കോൺ എത്രയാണ്? 1/3 πr² ആണ്. അപ്പം ആറിൻ്റെ എച്ചിൻ്റെ റേഷ്യോ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ തരുന്നത് 1/3 × 22/7 × r എത്രയാണ്? ഹൈറ്റ് ആൻഡ് റേഡിയസ്. അപ്പം റേഡിയസിൻ്റെ വാല്യൂ ഇതായിരിക്കും 5k² ഇൻറ്റു h എത്രയാണ്? 12k എന്ന് എടുത്തോളാം. ഈസിക്കൽ ടു എത്രയാണ് തന്നേക്കുന്നത്? 314 ആണ്. ഇവിടെ എന്താ സോൾവ് ഫോർ k ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള റേഡിയസും ഹൈറ്റും കിട്ടത്തുള്ളൂ. 1/3 × 22/7 ഇൻറ്റു 5k² എത്രയാണ്? 25k² ആവും. ഇൻറ്റു 12k = 3.14 ആവും. 314 ആവും. ഇനി ഈ k എല്ലാം കൂടെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് k × k ചെയ്യുമ്പോൾ k³ വരും. ഇനി k³ അവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പം 314 × 3 × 7 / 22 എത്രയാണ്? 22 × 25 × 12 വരും. ഇവിടെ പൈക്ക് നമ്മൾ 3.14 ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, 3.14 ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ ഈ 7ഉം 22 എടുത്ത് കളഞ്ഞിട്ട് എന്താണ് 3.14 ആക്കുവാണ് താഴെ. 3.14 314 കൂടെ വെട്ടി കളഞ്ഞാൽ എത്രയാണ്? ഇവിടെ 100 വരും. ഈ 3യും ഇതും കൂടെ വെട്ടി കളഞ്ഞാൽ എത്രയാണ്? 3 4 12 വരും. ഈ 25ഉം ഇതും കൂടെ വെട്ടി കളഞ്ഞാൽ എത്രയാണ്? 4 വരും. മുകളിൽ 4/4 1 വരും അല്ലേ? k³ വാല്യൂ 1 വരും. അപ്പോൾ kയുടെ വാല്യൂ എന്താ? 1 തന്നെയാണ്. ഈ കോണിന് ശരിക്കും എന്താ സംഭവിക്കുന്നത്? 12:5 എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. ശരിക്കും എന്താണ്? അത് തന്നെയാണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു 1 ആണ് കൊടുക്കുന്നത്. കേക്ക് നമ്മൾ ഇൻറ്റു, അതായത് നമ്മൾ 12k 5k എടുത്തേ. കെയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ ശരിക്കും
ആ ഒരു നമ്പർ തന്നെയാണ് റേഡിയസും ഹൈറ്റും. അപ്പോൾ ഹൈറ്റ് എത്രയാണ്? ഇത് 12ഉം ഇത് 5ഉം ആണ്, മനസ്സിലായി. ഇവിടെ 12, 5 ട്രിപ്ലറ്റ് വരുന്നത് ഏതാ? 13 വരുന്നത്. അപ്പോൾ 12, 5, 13 ട്രിപ്ലറ്റ് വരുന്നത്. അപ്പം ഈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ ലെങ്ത്ത് സ്ലാൻഡ് ഹൈറ്റ് വരും. ഇത് 13 ആണ്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? 13 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ 3 നമ്പേഴ്സ് ആണ് ദ റേഷ്യോ 5:7:9 ആണ്. ദർ LCM എന്ന് പറയുന്നത് 34, 650. അങ്ങനെയാണ് ദർ HCF എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ? ഇതിനെ 5K, 7K, 9K എന്ന് എടുത്തോളുക. ഇത് 5, 7, 9 കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ ഒന്നുമില്ല, എല്ലാം ഓഡ് നമ്പേഴ്സാണ്. ഇതിനെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് LCM എന്ന് എനിക്ക് മനസ്സിലായി. അതായത് 5K ഇൻറ്റു 7K, 7K ഇൻറ്റു 9K ചെയ്യുമ്പോഴാണ് എന്താ 34, 650 വരുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിനന്ന് K എല്ലാം എടുത്ത് പുറത്ത് വയ്ക്കുക. അതായത് 5 ഇൻറ്റു 7 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 34, 650. അപ്പോൾ Kയുടെ വാല്യൂ കിട്ടാണ്ട് 34, 650 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 7 ഇൻറ്റു 9 എഴുതാൽ മതി. അപ്പം ഇതും കൂടെ വെട്ടിപ്പോയാൽ എത്രയാണ്? 5ഉം 34,650 കൂടെ വെട്ടിപ്പോയാൽ 6,930 വരുന്നത്. 6,930 വരുന്നത്. 6,930 7ഉം കൂടെ വെട്ടിപ്പോയാൽ എത്രയാണ്? 990 വരുന്നത്. 990 9ഉം കൂടെ വെട്ടിപ്പോയാൽ 110 വരും. Kയുടെ വാല്യൂ എത്രയാണ്? 110 കിട്ടിയത്. അതായത് ഈ നമ്പേഴ്സിൻ്റെ എല്ലാം കൂടെ ഒപ്പം 110 മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് നമ്പർ കിട്ടുള്ളൂ. അതായത് 5 ഇൻറ്റു 110 ചെയ്യുമ്പോൾ എത്രയാണ്? 550. നമ്പേഴ്സ് ഏതൊക്കെയാണ്? 550, 770, 990. ഈ നമ്പറിനെ എല്ലാത്തിനെയും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറേ ഉള്ളൂ. അതായത് 110 ആണ്. അപ്പം HCF എന്ന് പറഞ്ഞാൽ എത്രയാണ്? 110 വരും. ഇതിനെല്ലാത്തിനെയും കൂടെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 110 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് HCF 110 ഞാൻ എടുത്തത്. ആൻസർ 110 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് ഈച്ച് ഓഫ് 10, 36, 18, 13 ആൻഡ് 38, 85 വിത്തൗട്ട് ലീവിങ് എനി റിമൈൻഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ ഒന്നുമല്ല ചോദിച്ചിരിക്കുന്നത്, HCF ആണ് ചോദിച്ചിരിക്കുന്നത്. HCF ഓഫ് 10, 36, 18, 13, 18, 85. എടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ആദ്യം ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 10, 36 1813 പോയാൽ എത്രയാണ്? 777 വരും. ഇത് നമ്മളുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്രയാണ്? 1800 ആണ്. അപ്പോൾ 2800, 2813 ആകുമ്പോൾ 1000 കൂടും. 1813 വരെ പോകണ്ട, 3813 വരെ പോകണം. അപ്പോൾ 2000 ആയി. 25 13 കുറച്ചാൽ മതി. അപ്പോൾ എത്രയാണ്? 72 വരും. അപ്പോൾ 2072 ഇത് നമ്മുടെ ഡിഫറൻസ്. ഇനി ഇത് നമ്മുടെ ഡിഫറൻസ് എടുത്താൽ എത്രയാണ്? ഇവിടെ 1000 കൂട്ടിയാൽ 1077 വരും. ഇനി 1077 2000 എത്തിക്കാൻ 300 കൂടണം. 1777 കൂടെ 300 കൂട്ടിയാൽ 2077 വരുന്നത്. നമുക്ക് അത്രയും വേണ്ട. 300 കൂടെ 300 ഒരു 5 കുറച്ചാൽ മതി. അപ്പം കറക്റ്റാണ്. അപ്പം 1295 വരും. ഉപയോഗിക്കുന്ന അടുത്തൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ 1295 നമ്മൾ ഓപ്ഷൻ തന്നേക്കുന്നത് എന്തുകൊണ്ട് 1295 മൊത്തത്തിൽ ഡിവിസിബിളായി പോകുന്നത്. ഇത് 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ എന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ 333, അതായത് ഇവിടെ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 5 കിട്ടണമെങ്കിൽ എന്താ? ഇവിടെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 333 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 5, 1, പിന്നെ 5, 1, 6, പിന്നെ റിമൈൻഡർ 1, 6, 1665 വരുന്നത്. ഇതല്ലെന്ന് മനസ്സിലായപ്പോൾ. അപ്പം ഇതും വരത്തില്ല. 37 വരുമോ നോക്കണം. അതായത് എനിക്കും ഇവിടെ എന്താ യൂണിറ്റ് ഡിജിറ്റ് 5 വരണം. 37 കൊണ്ട് 37 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1295 വരുന്നത് നോക്കിയാൽ മതി. 30 × 30 എത്ര? അത് 900 ആണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ജസ്റ്റ് 35 ഇട്ട് കൊടുത്ത് നോക്കുക. ഇവിടെ 7, 5, 35, 5, 3 റിമൈൻഡർ
5 3 50, 7 to 3 എത്രയാണ് 21 വരും. അപ്പം 15ഉം 20ഉം കൂടി എത്രയാണ് 25 35 36 36 39 വരും 9. പിന്നെ ഇവിടെ 3 റിമൈൻഡർ വരും 3 3 9 12 95 കറക്റ്റ് വരുന്നുണ്ട്. അപ്പം ഇതൊരു മൾട്ടിപ്പിളാണ്. നമുക്കെന്താ 295 കാര്യം കൂടെ നോക്കണം. 295 ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇതാ ആൻസർ വരുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും 259 ആൻസറിന്. അതായത് 259 ഇൻറ്റു 5 ഞാൻ വെറുതെ ചെയ്ത് നോക്കുക. എനിക്കിവിടെ 5ആണ് യൂണിറ്റ് ഡിജിറ്റ് കിട്ടുന്നത്. 9 5 ചെയ്താൽ 45 കിട്ടുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ചുമ്മാ 5 ഇട്ട് നോക്കുക. ചുമ്മാ പ്ലഗിൻ മെത്തേഡാണ്. ഇവിടെ എന്താ 9 5 45 വരും. അപ്പം 5 4 5 5 25 വരും. 29 9 4 5 2 10 +2 12 95 വരും. അപ്പം 259 ഇൻറ്റു 5 ചെയ്താലും എന്താണ് ഈ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ ഇതായതുകൊണ്ട് HCF 259 വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ സൈൻ എയുടെ വാല്യൂ ആണ് തന്നേക്കുന്നത്. എന്ത് 2/3. അങ്ങനെയാണെങ്കിൽ 7 - tan A × 3 + cos A ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സൈൻ എ എന്താണ്? ഇത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. 2ഉം 3ഉം തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ വരച്ചാൽ ഈ ആംഗിൾ എ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഇത് 2, ഇത് 3. ഇവിടെ ഈ സൈഡ് കാണാൻ വേണ്ട 3² - 2² എന്നാണ്. 9 - 4 എത്രയാണ്? √5 എന്ന് കിട്ടും. ആ സൈഡ് √5 ആണ്. ഇനി ഇത് ചുമ്മാ ഇങ്ങനെ ഈ ഇക്വേഷനിലേക്ക് tan A cos A കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 7 - tan A ആണ്. എയുടെ ആംഗിൾ വെച്ച് tan കണ്ടുപിടിച്ചാൽ എത്രയാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ 2/√5 മൈനസ് അല്ലല്ലേ ഇൻറ്റു ആണ് ഇൻറ്റു 3 + cos A കണ്ടുപിടിക്കണ്ടേ. cos A എടുക്കുമ്പോൾ എത്രയാണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസാണ്. അതായത് √5/3 വരും. ആദ്യം LCM എടുക്കുമ്പോൾ എത്ര വരുന്നത്? 7√5 -2/√5 ഇൻറ്റു 9 + √5/3 വരും. എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ എടുത്ത് എഴുതണ്ട, നമുക്ക് അല്ലാതെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം തോന്നുന്നു. അതായത് 7 × 3 21 വരും. പ്ലസ് 7 × √5/3 എത്രയാണ്? 7 √5/3 മൈനസ് എന്താ? ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ 6√5 വരും. അവസാനം എന്താ? ഇത് ഇൻറ്റു ഇത് ചെയ്യണം. അപ്പം -2 × √5/3 വരും. ഇതും വെട്ടിപ്പോയിട്ട് എത്രയാണ്? 2/3 എന്ന് വരും. 2/3 എന്ന് വരും. 21 - 2/3 ബാക്കി എത്രയാണ്? പ്ലസ് 7√5/3 - 6√5. 21 × 3 ചെയ്യുമ്പോൾ എത്ര? 63 വരും. 63 - 2 എന്ന് പറയുന്നത് 61/3 വരും. ഇവിടെ 1/3 LCM എടുക്കുമ്പോൾ എത്രയാണ്? 7√5 × √5 ചെയ്താൽ എത്രയാണ്? 7 5 ചെയ്താൽ മതി. അപ്പം 35 വരും. 35 - 18 വരും. മുകളിൽ 35 - 18 17/3/5 വരും. ഇതാണ് ആൻസർ. 61/3 + 17/3/5 അതാണ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇലക്ഷനിൽ 20% ആൾക്കാർ ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ടാണ്. അതിനകത്ത് എന്താണ്? ബാക്കി 80 വോട്ടേഴ്സാണ്. 80% അല്ല, ശ്രദ്ധിക്കണം. 80 വോട്ടേഴ്സ് കാസ്റ്റ് ദെയർ
ബാലറ്റ് പേപ്പർ ബ്ലാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ ദെൻ വിന്നർ സെക്യൂർഡ് 45% ഓഫ് ദ ഓൾ വോട്ട്സ് ഇൻ ദ ലിസ്റ്റ് ആൻഡ് ഗോട്ട് 280 വോട്ട്സ് മോർ ദാൻ ഹിസ് റൈവൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭൂരിപക്ഷം 280 ആൾ ജയിച്ചു. ദ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഓൺ ദ ലിസ്റ്റ് വാസ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മൊത്തം 100% എടുക്കുകയാണെങ്കിൽ എന്താ 20% ആൾക്കാർ വോട്ട് ചെയ്തില്ല. അപ്പോൾ ബാക്കി 80% വരെ വോട്ട് ചെയ്തുള്ളൂ. ഇനി 80% എന്താ 80 പേര് ബ്ലാങ്ക് ആയിട്ടാണ് വോട്ട് ചെയ്തത്. അപ്പം അത് കുറച്ചു. ബാക്കി എത്രയാണ് 45%, ബാക്കി 35%. 35% കിട്ടിയ ആളായിരിക്കും ഓട്ടോമാറ്റിക്കലി ജയിക്കുന്നത്. ഇനി ഒരു ട്രിക്കുണ്ട്. അതായത് ഈ ഒരു 10% ഡിഫറൻസ്, ഈ 10%-ൻ്റെ കൂടെ എന്താണ് ഈ കുറച്ച് 80 അങ്ങ് ആഡ് ചെയ്തിട്ടാൽ മതി. അതായത് 10% പ്ലസ് 80ൻ്റെ വാല്യൂ ആയിട്ട് എന്തെടുക്കണം 280 എടുക്കണം. ഈ 80 അപ്പുറത്തേക്ക് പോയി എത്രയാണ് 10%-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 200 കിട്ടും. 10%-ൻ്റെ വാല്യൂ എത്ര 20 കിട്ടി. 100%-ൻ്റെ വാല്യൂ ഇത്രയും കിട്ടും. ഇതാണ് ഉത്തരം, ഓപ്ഷൻ 4. വരുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ എത്രയാണോ കുറയുമെന്ന് പറയുന്നത് അത് ഇവിടെ അങ്ങ് കൂട്ടിയെടുത്താൽ മതി. സിമ്പിൾ ട്രിക്കാണ്. അതങ്ങനെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കോമണുമാണ്, ഇങ്ങനെ ചെയ്യാറുമുണ്ട്. അപ്പോൾ വേറൊന്നും ആലോചിക്കാതെ അത് അങ്ങനെ അങ്ങ് എടുത്താൽ മതി. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. LCM ഓഫ് 73 657 ചോദിച്ചിരിക്കുന്നു. ഇവിടെ 73 എന്നുള്ളത് എന്താണ്, അതൊരു പ്രൈം നമ്പറാണ്. 73 1 അല്ലാതെ അതിന് വേറൊരു മൾട്ടിപ്പിൾ ഇല്ല. പ്രൈം നമ്പർ ആയതുകൊണ്ട് എനിക്ക് 73-നെ എന്തെങ്കിലും കാരണം കൊണ്ട് 657 എത്തിക്കാമെന്ന് നോക്കാം. അപ്പം ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇവിടെ എനിക്ക് 7 എത്തേണ്ടത്. അപ്പം ഞാനാണെങ്കിൽ 3 × 9 ചെയ്താൽ എത്രയാണ്, ഇവിടെ യൂണിറ്റ് ഡിജിറ്റിൽ 7 വരുന്നു മനസ്സിലായി. അപ്പോൾ 73 × 9 ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ 7 വന്നു. അപ്പോൾ റിമൈൻഡർ 2 7 × 9 ചെയ്ത് 63 2 65 വരും. അപ്പം 657 മനസ്സിലായി. അപ്പോൾ 73-നെ 657-ൻ്റെ LCM എത്രയാണ്, അത് 657 തന്നെയാണ്. ഓപ്ഷൻ 2 അല്ല, ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ല മണ്ടൻ ഓപ്ഷൻസാണ്. കാരണം 2 നമ്പറിൻ്റെ LCM എന്ന് പറയുന്നത് എന്താണ്, ആ നമ്പറിൻ്റെ ഈക്വലോ ആ നമ്പറിനേക്കാളും വലുതോ ആയിരിക്കും. അത് ചുമ്മാ എക്സാമ്പിൾ ചെയ്ത് നോക്കിയാൽ മതി. 365 657-നേക്കാളും ചെറുതാണ്. 146 തന്നേക്കുന്ന 2 നമ്പറിനേക്കാളും ചെറുതാണ്. 73 അതെ 657 വരത്തുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇന്ന സർക്കിൾ കോഡ് AB ആൻഡ് CD ഇൻ്റർസെക്ട് ഇൻറ്റേർണലി അറ്റ് E എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ CD = 18 സെൻറ്റിമീറ്റർ, DE = 5 സെൻറ്റിമീറ്റർ, AE എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്ററാണ്. ലെങ്ത് ഓഫ് PE എത്രയാണെന്ന് ചോദിച്ചേക്കണം. അപ്പോൾ നേരെ ഒരു സർക്കിൾ വരയ്ക്കുക. ഒരു കോഡ് AB ഉണ്ട്, അതുപോലെ CD വേറെ കോഡുണ്ട്, ഇൻ്റർസെക്ട് അറ്റ് E ആണ്. ഇങ്ങനെ വരില്ല അല്ലേ. ഇത് AB, ഇത് CD ഇൻ്റർസെക്ട് അറ്റ് E. CDയുടെ ലെങ്ത് എത്രയാണ് 18 തന്നിട്ടുണ്ട്. DEയുടെ ലെങ്ത് എത്രയാണ്, CDയുടെ ലെങ്ത് തന്നിട്ടുണ്ട്, DEയുടെ ലെങ്ത് തന്നിട്ടുണ്ടല്ലേ. അപ്പം DE 5 തന്നിട്ടുണ്ട്. AE എത്രയാണ് 13 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ABയുടെ ലെങ്ത് തന്നിട്ടുണ്ടോ, ABയുടെ തന്നിട്ടില്ലല്ലേ. ABയുടെ തന്നിട്ടുണ്ടെങ്കിൽ ആർക്കാരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത. അതായത് ഇൻ്റർസെക്റ്റിംഗ് കോഡ് തിയറമാണ്. ഈ തിയറം അനുസരിച്ച് എന്താ, വെൻ 2 കോഡ്സ് ഇൻ്റർസെക്ട് ഇൻറ്റേർണലി അറ്റ് എ പോയിൻറ്റ് E, അതായത് ഈ ഒരു പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ ദ പ്രൊഡക്റ്റ് ഓഫ് ദ സെഗ്മെൻറ്റ് ഓഫ് 1 കോഡ് ഈക്വൽസ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ സെഗ്മെൻറ്റ് ഓഫ് ദ സെക്കൻഡ് കോഡ് എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഇത്രേ ഉള്ളൂ. DE എന്ന് പറയും DE × EC എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, AE × BE എന്ന് എടുത്താൽ മതി. ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 5 × ECയുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്. ECയുടെ വാല്യൂ തന്നിട്ടില്ല അല്ലേ, അല്ലല്ല CDയുടെ വാല്യൂ മൊത്തം തന്നിട്ടുണ്ടല്ലോ 11 തന്നിട്ടുണ്ടല്ലോ. അപ്പം 11-ൽ നിന്ന് 5 പോയാൽ എത്രയാണ്, ഫോർമുല എഴുതാനും തെറ്റിട്ടോ. അതായത് AE × EB അല്ലേ വേണ്ടേ, എഴുതാം. അതായത് AE
ഇൻറ്റു ഇ ബി എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? ഡി ഇൻറ്റു ഇ സി ആണ്. ഇ ബി ആണ് കാണേണ്ടത്. അതായത് എ തന്നിട്ടുണ്ട് 13 തന്നിട്ടുണ്ട്. 13 ഇൻറ്റു ഇ ബി ഈസിക്കൽ ടു ഡി ഇ തന്നിട്ടുണ്ട് 5 ഇൻറ്റു ഇ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണ്ടേ? ഈ 18 എന്നുള്ള ഡി സിയുടെ ഫുൾ വാല്യൂ തന്നിട്ടുണ്ട്. അതിനകത്ത് ഇ ബി അങ്ങ് കുറച്ചാൽ മതി, അല്ല ഇ ഡി അങ്ങ് കുറച്ചാൽ മതി. അപ്പം 18 ൽ നിന്ന് 5 പോയി എത്രയാണ്? ബാക്കി 13 ആണുള്ളത്. ഇതും വെട്ടിപ്പോയി. ഇ ബി എന്നുള്ളത് എത്രയാണ്? 5 കിട്ടും. 5 ആണ് ആൻസർ. അപ്പം മാത്സിലെ ഫുള്ള് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.